നിങ്ങളുടെ നടുവിൽ എനിക്ക് വസിക്കേണ്ടതിന്, നിങ്ങളുടെ നടുവിൽ എനിക്ക് ഉലാവേണ്ടതിന്, നിങ്ങളുടെ നടുവിൽ എനിക്ക് സഞ്ചരിക്കേണ്ടതിന് അവൻ ഇടയാകത്തക്ക നിലവാരത്തിൽ നിങ്ങളുടെ പാളയം വിശുദ്ധമാകണം. അതേ, പാളയത്തിന്റെ നടുവിൽ, അങ്ങനെ പഴയ നിയമത്തിൽ നടുവിൽ വസിച്ച ദൈവത്തിന്റെ സാന്നിധ്യം കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ലോകത്തിന്റെ പൊക്കിൾക്കൊടി എന്നറിയപ്പെടുന്ന പാലസ്തീന്റെ പച്ചമണ്ണിൽ, അതേ ബത്ലഹേമിൽ, ലോകത്തിന്റെ പൊക്കിൾക്കൊടിയായ ബത്ലഹേമിൽ യേശു കർത്താവ് പിറന്നു വീണു. ഒരു മനുഷ്യന്റെ പുരുഷായുസിന്റെ മധ്യത്തോളം എന്ന് പറയുന്ന 33.5 തിരുവയസ്സിൽ യേശു കർത്താവ് പിടിക്കപ്പെട്ടു. ആകാശത്തിനും ഭൂമിക്കും നടുവിൽ അവൻ തൂങ്ങപ്പെട്ടു. 2 കള്ളന്മാരുടെ നടുവിൽ അവൻ ക്രൂശിക്കപ്പെട്ടു. അതേ, വാനത്തിനും ഭൂമിക്കും നടുവിലായി അവൻ തൂക്കപ്പെട്ടു. തീർന്നില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വെളിപ്പാട് എഴുതപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാടിൽ പറയുന്ന ഒരു വാക്കുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമായി ഉലകിൽ പഴിപ്പിച്ച കാലുള്ളവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ, അൽഫയും ഒമേഗയും, ആദ്യവനും അന്ത്യനുമായ കർത്താവ് 7 നിലവിളക്കുകളുടെ എവിടെയാണ്? 7 നിലവിളക്കുകളുടെ മുൻപിലല്ല, 7 നിലവിളക്കുകളുടെ സൈഡിലല്ല, 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന കർത്താവ്. ഈ രാത്രിയിലെ വാഗ്ദത്ത സുവിശേഷത്തിലെ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് രാത്രി മനുഷ്യ ജീവിതം എന്ന പടകിനകത്തെ ക്രിസ്തു എന്ന വിഷയത്തെ അല്പമായി നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ സാധാരണ വൈകുന്നേരത്തെ യോഗത്തിന് പറയുന്നത് പോലെ പന്തലിനകത്തുള്ളവർ മാത്രമല്ല പുറത്തുള്ളവർക്കും പ്രയോജനമാകണമെന്ന രീതിയിൽ, എന്നാൽ അകത്തുള്ളവരെയും ഒട്ടും മാറ്റി നിർത്താതെ അകത്തും പുറത്തുമുള്ളവരെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഇന്ന് രാത്രി നിങ്ങളോട് എൻ്റെ സന്ദേശത്തെ അറിയിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി ഒരു വേദഭാഗം വായിച്ച് പ്രാർത്ഥിച്ച നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 11-ാമത് വാക്യം. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എല്ലാ കരങ്ങളും ഹല്ലേലൂയ ഉയർത്തി ഒരു നിമിഷം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രിയിൽ എത്രയോ കുടുംബങ്ങൾ വേദനകളിൽ അവശേഷിക്കുമ്പോൾ, ഇന്ന് രാത്രിയിലും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ജീവനുള്ള ദൈവത്തെ ഉയർത്തുവാൻ ഈ പന്തലിന്റെ കീഴിൽ നിന്നെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. എല്ലാ അധരങ്ങളിൽ ചലിക്കട്ടെ, എല്ലാ അധരങ്ങളിൽ ചലിക്കട്ടെ. ഇന്ന് രാത്രി ദേശത്തെ വിടുവിക്കുന്ന ഒരു ദൈവകരമുണ്ട്. നീ കരമുയർത്തുന്നത് ജയത്തിന്റെ കരമാണ് നീ ഉയർത്തുന്നത്. മോശയുടെ കരമുയർന്നിരിക്കുമ്പോൾ ജനത്തിന് വിടുതലാണ്. ഈ പട്ടണത്തിന്റെ നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന സകല അദൃശ്യ മണ്ഡലങ്ങളെയും വെട്ടിക്കളയുന്ന ദൈവത്തിന്റെ ദൂതന്മാരുടെ ചലനം ഈ രാത്രി ശബ്ദ പരിധിക്കകത്ത് ചലിക്കട്ടെ. ദൈവസഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ വാണു നിൽക്കുന്ന അധിപതികളുടെ മേൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ കരം ഈ രാത്രി മിന്നിമറയേണ്ടതിനായി ഹല്ലേലൂയ അധരങ്ങൾ ചലിപ്പിച്ചാട്ടെ. ശബ്ദമുയർത്തി ഒരു നിമിഷം ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അഭിഷേകമുള്ളവരാരും ഇന്ന് രാത്രി ഇതിനകത്ത് മൗനമായിരിക്കരുത്. ഈ 3-ാമത്തെ രാത്രി വിടുതലിന്റെ രാത്രിയായി മാറ്റപ്പെടട്ടെ. ഇന്ന് രാത്രി ചില പടകുകൾക്കകത്ത്, ജീവിതമെന്ന പടകുകൾക്കകത്ത് കർത്താവ് കയറുന്ന, കർത്താവിന്റെ വിടുതലിന്റെ മഹത്വം വെളിപ്പെട്ടു വരുന്ന, ചില നിറവുകൾ വെളിപ്പെടുന്ന, നിത്യതയുടെ അവകാശികളായി തീരുന്ന ചില പടകുകൾ ഈ ഉരുവായി വരേണ്ടതിന് പന്തലിനകത്തിരിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ കരങ്ങളെ ചേർത്തടിച്ച് ആത്മനിറവിൽ അല്പസമയം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവസാന്നിധ്യം, ദൈവസാന്നിധ്യം. നിയോഗമുള്ളവരാരും മൗനമായിരിക്കരുത്. പട്ടണത്തെ ഭരിക്കുന്ന ദുർഭൂത മണ്ഡലങ്ങൾ ഇന്ന് രാത്രി വിറയ്ക്കട്ടെ. പട്ടണത്തെ ഭരിച്ചു നിൽക്കുന്ന, കുടുംബങ്ങളെ കുട്ടിച്ചോറാക്കുന്ന, ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന, കുടുംബങ്ങളെ കണ്ണുനീരിൽ അഴുത്തുന്ന, ഈ ദേശത്തെ ദിക്കോട് ദിക്ക് ഭരിച്ചു നിൽക്കുന്ന സകല ദുർഭൂത മണ്ഡലങ്ങളെയും ഈ രാത്രി കൂച്ചുവിലങ്ങിടുന്ന പ്രാർത്ഥനയുടെ അധികാരം ഈ സുവിശേഷ കൂട്ടത്തിന്റെ 3-ാമത്തെ രാത്രിയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി ഈ രാത്രി നിന്റെ മേൽ വ്യാപരിക്കുകയാ.
ഹല്ലേലൂയ. തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്താട്ടെ, തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മുഖത്തേക്ക് നോക്കുന്നപ്പാ. പാറയെ തകർക്കുന്ന ചുറ്റിക, സന്ധിമജ്ജകളെ തുളച്ചു ചെല്ലുന്ന ഇരുവാൾ തടയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള ഈ വാളിന്ന് ഈ ദേശത്തേക്ക് പകരപ്പെടുമ്പോൾ, പകർത്തപ്പെടുമ്പോൾ, ഈ സുവിശേഷ യോഗങ്ങൾക്കെതിരെ ഒന്നിനെ പുറകെ ഒന്നായി പിശാച് അവന്റെ അണിയറയിലെ അമ്പുകൾ തൊടുത്തുവിടുമ്പോൾ, കൃപ പ്രാപിച്ച ദൈവമക്കൾ, അഭിഷിക്തന്മാർ, വേദിയിലിരിക്കുന്ന അഭിഷിക്തന്മാർ, ഞങ്ങൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, ആമേൻ. പിശാചിന്റെ സകല അധികാരങ്ങളെയും കാൽവരി ക്രൂശിൽ പരസ്യ കാഴ്ചയാക്കി തീർത്ത നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഈ സുവിശേഷ യോഗത്തിലൂടെ ചില കുടുംബങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനാൽ വാചനം ഇന്ന് രാത്രി പ്രവർത്തിക്കട്ടെ. വാചനത്തിന് ബന്ധനമില്ലാത്ത ദൈവത്തിന്റെ വചനം കടന്ന് ചെല്ലേണ്ടിടത്ത് കടന്നു ചെല്ലട്ടെ. പൊളിക്കേണ്ടതിന് ഇന്ന് രാത്രി പൊളിച്ചാട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ രാത്രിയിലത്തെ പ്രതിപാദ്യ വിഷയം ഞാൻ ഒന്നുകൂടി പറയാം. മനുഷ്യ ജീവിതമെന്ന പടകിലെ ക്രിസ്തു. ജീവിതമെന്ന പടകിലെ ക്രിസ്തു. ജീവിതം എന്ന വിഷയത്തെ പ്രാരംഭമായി ഒന്ന് രണ്ട് വാക്കുകളിൽ പറയുന്നതിന് മുൻപ് നമ്മൾ എടുത്ത വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷമാണ്. പുതിയ നിയമസഭയിൽ പഠിക്കാൻ, വായിക്കാൻ ക്രിസ്തുവിന്റെ ജീവിതം, ജനനം, ജീവിതം, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം എന്നിത്യാദി കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന വിധത്തിൽ എഴുതിയിരിക്കുന്നത് 4 സുവിശേഷങ്ങളാണ്. സാധാരണ ഞാൻ ഓർപ്പിക്കുന്നത് പോലെ, ഞാനല്ല, ഏത് സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷകന്മാരും ഓർപ്പിക്കുന്നത് പോലെ, മത്തായി യേശു രാജാവാണെന്ന് വിളംബരം ചെയ്യുമ്പോൾ മർക്കോസ് യേശു ദാസനാണെന്ന് ചിത്രീകരിക്കുന്നു. ലൂക്കോസ് ഇവിടെ ജീവിച്ചിരുന്ന വളരെ വ്യക്തവും ശക്തവുമായ പൂർണ്ണനായ ഒരു മനുഷ്യനാണ് യേശു എന്ന് ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് തന്റെ എഴുത്തിലൂടെ പറയുന്നു. എന്നാൽ യോഹന്നാൻ യേശു ദൈവപുത്രൻ എന്ന് തെളിയിക്കുന്നു. അതിൽ 3-ാമത്തെ പുസ്തകമായ വൈദ്യനായ ലൂക്കോസ് എഴുതിയ ഈ സുവിശേഷം 1-ാം അധ്യായം മുതൽ നമ്മൾ 5-ാം അധ്യായം പഠിക്കുന്നത് കൊണ്ട് 5-ാം അധ്യായം വരെ അക്കമിട്ട് പറഞ്ഞാൽ 1-ാം അധ്യായത്തിൽ തന്നെ ചില മനുഷ്യരെ ലൂക്കോസ്, ചരിത്രകാരനായ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് തന്റെ എഴുത്തിലൂടെ വിശദീകരിക്കുന്നു. സെഖര്യാവ് മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും നീതിയോടെ ജീവിച്ച സെഖര്യാവ് എലിസബത്ത് ദമ്പതികളെ വെളിപ്പെടുത്തുന്നു. പിന്നെ ഒരു മറിയ എന്നൊരു സഹോദരിയെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ 1-ാം അധ്യായം അവസാനിക്കുന്നെങ്കിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. അത് ചെറുപ്പക്കാരല്ല, പ്രായമുള്ളവരാണ്. ശിമയോൻ എന്ന് പേരുള്ളതായ ഒരു മനുഷ്യൻ, 2 ഹന്ന എന്ന് പേരുള്ളതായ ഒരു പ്രവാചിക. ഇനി 3-ാം അധ്യായത്തിലേക്ക് വന്നാൽ യേശുവിന് വഴിയൊരുക്കുവാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത് എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ രംഗപ്രവേശനം ചെയ്യുന്നു. അവന്റെ വാക്കും അവന്റെ വേഷവും വല്ലാത്തതായിരുന്നു. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച സർപ്പസന്തതികളെ എന്ന് മുൻപിൽ കൂടി നിൽക്കുന്നവരുടെ ചങ്കിന് വിരൽ ചൂണ്ടിക്കൊണ്ട് കോടാലി വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ എല്ലാവരും കൈമലർത്തി ഈ പുള്ളി ഇതെന്നാ പറയുന്നേ? പള്ളിയിൽ മധുബഹയിൽ നിൽക്കേണ്ടതായ ഈ ചെറുപ്പക്കാരൻ അപ്പന്റെ പാരമ്പര്യം പിന്തുടർന്ന് ഈ ലോഹയിട്ട അച്ഛനായി തീരേണ്ട, പുരോഹിതനായി തീരേണ്ട, പുരോഹിത വസ്ത്രം ധരിക്കേണ്ടവൻ പൗരോഹിത്യ വസ്ത്രം ഊരിവെച്ചിട്ട് മരുഭൂമിയിൽ എന്താ ഈ കാണിക്കുന്നതെന്ന് നോക്കി നിൽക്കുമ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ വ്യക്തിയല്ല, ഞാൻ ഒരു ശബ്ദമാണ്. എന്താ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്? ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു വാക്കാണ്. ഐ ആം ദ വോയിസ്. ഞാൻ ഒരു ശബ്ദമാണ്. എന്താണ് ശബ്ദം? ശബ്ദത്തിന്റെ പിന്നിൽ ഒരു സോഴ്സ് ഉണ്ട്. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഞാൻ വ്യക്തിയല്ല, ഞാൻ ശബ്ദമാണ്. എന്താണ് ശബ്ദം? ഞാൻ ഈ പറയുന്ന ശബ്ദത്തിന്റെ പിന്നിൽ ശബ്ദത്തെ പുറപ്പെടുവിക്കുന്ന യഥാർത്ഥ ഒരു
മനുഷ്യനുണ്ട്. അവൻ എൻ്റെ പിന്നാലെ വരുന്നു. അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കും, പതിർത്തി കെടാത്ത തീയിൽ ഇട്ടുകളയുന്ന ഒരു മനുഷ്യൻ, യഥാർത്ഥ ഒരു പുരുഷൻ എൻ്റെ പുറകാലെ വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ വെള്ളം കൊണ്ട് മാത്രമല്ല, ജലത്തിലും തീയാലും സ്നാനപ്പെടുത്തുന്ന ഒരു പുരുഷൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അടുത്ത വാക്യം, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പറയുന്നതാരാ? ആ കാലഘട്ടത്തിൽ ശക്തിയോടെ, ബലത്തോടെ, വ്യക്തതയോടെ സാമ്രാജ്യത്വ ശക്തികളെ, പരീക്ഷ മാടമ്പികളെ, മത തീവ്രവാദികളെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചങ്കത്ത് വിരൽ ചൂണ്ടി വിളിച്ചു പറഞ്ഞവൻ പറയുന്നു, ഞാനല്ല യഥാർത്ഥ മനുഷ്യൻ, എന്റെ പുറകിൽ ഒരുവൻ വരുന്നുണ്ട്. അവനാണ് ഉലകത്തിലെ യഥാർത്ഥ പുരുഷൻ. അവനിതാ 3-ാം അധ്യായത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നു. 30-ാമത്തെ വയസ്സിൽ അതേ യഹൂദ പാരമ്പര്യമനുസരിച്ച അപ്പന്റെ അവകാശത്തിന് അവകാശിയായി തീരുന്ന 30-ാമത്തെ വയസ്സിൽ ആ യോർദാന്റെ വെള്ളത്തിലേക്ക് നടന്ന് വരുമ്പോൾ, ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്ന് അവൻ സ്നാനമേറ്റ പുറത്തേക്ക് വരുമ്പോൾ, ലൂക്കോസ് സുവിശേഷകൻ മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാക്ക് പറയുന്നുണ്ട്. അത് ചരിത്രകാരനായതുകൊണ്ടോ വൈദ്യനായതുകൊണ്ടോ ഈ വൈദ്യന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ, അവരെ വിശദമായി പരിശോധിക്കും. അത് ഈ ഡോക്ടർമാർ ഭാര്യമാരായിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ നേഴ്സസ് ഭാര്യമാരായിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമുക്ക് ഒരു പനി വന്നാൽ നമുക്കൊരു മെഡിസിൻ തരുന്നു, ഒരു ഡോള തരുന്നു, നമ്മളങ്ങ് വെള്ളം എടുക്കുന്നു, വിഴുങ്ങുന്നു. എന്നാൽ മെഡിക്കൽ ഇരിക്കുന്ന എത്ര ഗ്രാം വീതം ഉണ്ടെന്നും ഇത് ഈ ശരീരത്തിൽ എവിടെയൊക്കെ എഫക്റ്റ് ആകുമെന്നൊക്കെ അവരക്കമിട്ട് തിരത്തി വെച്ചിട്ട് കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ. അപ്പോൾ അസുഖം വേറൊരു ലെവലിലെത്തും. ഇത് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം വിടുകയാണ്. എന്നെ കേൾക്കുക പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശുവിൽ ലൂക്കോസ് അതുകൊണ്ടാകാം വളരെ വ്യക്തമായി പറയുന്നു. മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലൂക്കോസ് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. യേശു കർത്താവ് സ്നാനമേറ്റ പ്രാർത്ഥിക്കുമ്പോൾ എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. അവിടെ മുതൽ പൂർണ്ണനായ ഒരു മനുഷ്യന്റെ പ്രത്യേകത ലൂക്കോസ് വരച്ചു കാണിക്കുകയാണ്. പ്രാർത്ഥന മനുഷ്യർക്ക് ആവശ്യമാണ് എന്ന് ലൂക്കോസ് തന്നെ എഴുത്തിലൂടെ യേശുവിന്റെ സ്നാന സമയം മുതൽ വെളിപ്പെടുത്തുന്നു ഉലകത്തോട്. യേശു കർത്താവ് സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്നതുപോലെ ഇറങ്ങി. മാത്രമല്ല, സ്വർഗം തുറന്നു പറയുന്ന വാക്കെന്താ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവനാണ് പുത്രൻ, ഇവനാണ് ഉലകത്തിൽ വെളിപ്പെട്ട പൂർണ്ണ മനുഷ്യനെന്ന് സ്വർഗം സാക്ഷീകരിച്ച ഉലകത്തിൽ വെളിപ്പെടുത്തിയ ഏക പുരുഷനാണ് ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്ന കർത്താവ്. 4-ാം അധ്യായത്തിൽ പിശാചിന്റെ സകല പരീക്ഷകളും ഈ പുരുഷന്റെ മുമ്പിൽ അഴിച്ചുവിട്ടിട്ടും ആരാധന, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ 3 മേഖലകളും പുരുഷനായ ക്രിസ്തുവിന്റെ മുമ്പിൽ അഴിച്ചുവിട്ടപ്പോൾ, ഒന്നാമത്തെ യാദാം ഏദൻ തോട്ടത്തിൽ പരാജയപ്പെട്ടപ്പോൾ, ഒടുക്കത്തെ യാദാമായ ക്രിസ്തു അതേ മരുഭൂമിയിൽ 40 ദിവസം യേശു പുരുഷനായ ക്രിസ്തു ജയിച്ചു കയറി 5-ാം അധ്യായത്തിലേക്ക് വരുന്നു. അവിടെ നമ്മുടെ പ്രതിപാദ്യ വിഷയം നിൽക്കുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് 1-2 വാക്കുകൾ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞല്ലോ 4-ാം അധ്യായത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്. ഇവിടെ നോക്കിക്കട്ടെ, 40 ദിവസം. ഈ 40 ദിവസം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമ മധ്യസ്ഥനാകുന്ന മോശ ഒരിക്കൽ 40 ദിവസം ഉപവസിച്ചു. 40 ദിവസം ഉപവാസം കഴിഞ്ഞ് അവൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് കടന്നു വരുമ്പോൾ, എഴുതിയെടുക്കുന്നവർക്ക് ഞാൻ പറയാം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം എന്നിത്യാദി അധ്യായങ്ങൾ പിന്നീട് വീട്ടിൽ പോയി വായിക്കുക. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 12-ാമത് വാക്യം, ദൈവം മോശയോട് പറഞ്ഞു, നീ എന്റെ അടുക്കൽ കയറി വന്ന് ഇവിടെ എന്റെ അരികിൽ ഇരിക്കുക. ദൈവം കൂടാരങ്ങളെ വിട്ട്, സാഹചര്യങ്ങളെ വിട്ട്, കൂട്ടുകെട്ടുകളെ വിട്ട് മോശയെ തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. കൂടാരങ്ങളെ വിട്ടിട്ട്, സമാഗമന കൂടാരം അവൻ ആ പാളയത്തെ വിട്ടിട്ട് മോശ ഇതാ പർവ്വതത്തിന്റെ മുകളിൽ കയറി ചെന്നു. പർവ്വതത്തിന്റെ മുകളിൽ മോശ ചെന്നു. ദൈവത്തോട് കൂടെ അവനിരുന്നു. ദൈവത്തോട് കൂടെ മോശ ഇരിക്കുമ്പോൾ എത്ര ദിവസം ഇരുന്നു? 1-2 ദിവസമല്ല, 40 ദിവസം മോശ ഇരുന്നു. 40 ദിവസം ആ യോഗത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നറിയാമോ? ഇന്നത്തെ പോലെ പാട്ടുപാടാൻ സിയോം ഗീതാവലി ഇല്ല കുമ്പനാട് നമ്മൾ മേടിക്കുന്നേ.
ഇന്നത്തെ പോലെ 66 പുസ്തകമില്ല വായിക്കാൻ. ഇന്നത്തെ പോലെ പീറ്റർ പാസ്റ്റർ ഇല്ല, ദൈവദാസന്മാരില്ല കീബോർഡ് വായിച്ച് വർഷിപ്പ് ലീഡ് ചെയ്യാൻ. ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ദൈവ സാന്നിധ്യത്തിനകത്ത് 40 ദിവസം ഇരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. 40x24 നിങ്ങളൊന്ന് കൂട്ടിയാൽ മതി. ഇപ്പൊ ഇരുന്ന് കൂട്ടേണ്ട, വീട്ടിൽ പോയിട്ട് കൂട്ടിയാൽ മതി. നമ്മളൊക്കെ മലയാളികൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എങ്ങാണ്ട് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യോഗം തീരുന്നിടം വരെ അതിനെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചിന്തിച്ചാൽ മതി. 40x24 അത്രയും മണിക്കൂറുകൾ മോശ ഒറ്റയ്ക്ക് പർവ്വതത്തിന്റെ മുകളിലിരിക്കുമ്പോൾ ദൈവം തന്റെ ഹൃദയത്തിൽ കുറിച്ചിട്ട കൽപ്പനകൾ 2 പലകകളിലാക്കി മോശയുടെ കരത്തിലേക്ക് കൊടുക്കുന്നു. മോശ അതുമായി ഇറങ്ങി വരുന്നു. ശ്രദ്ധിക്കുക, 40 ദിവസം കഴിഞ്ഞ് 40 ദിവസത്തെ ദൈവ സാന്നിധ്യത്തിനകത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന മോശ, പുരുഷനായ മോശ, പഴയ നിയമ മധ്യസ്ഥനാകുന്ന മോശ, ജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശ, പാളയത്തിന്റെ അവൻ അകത്തു നിന്ന് ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന മോശ, കുഞ്ഞാടിന്റെ രക്തമും അവൻ അറുത്ത് തള്ളി ആചരിച്ച് ജനത്തിന്റെ കെട്ടുപൊട്ടിച്ച് ഫറവോന്റെ ആധിപത്യത്തിൽ നിന്ന് ജനത്തെ പുറപ്പെടുവിച്ച മോശ 40 ദിവസം ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് പുറത്തേക്കിറങ്ങുന്നു. തന്റെ കരത്തിൽ കൽപ്പലകകളുണ്ട്. കൽപ്പലകകളുമായി താഴേക്ക് വരുമ്പോൾ കൂടാരത്തിനടുക്കെത്തുന്നതിനും അടിവാരത്തിന്റെ അടുക്കൽ വെച്ചിട്ട് വേദപുസ്തകം പറയുന്നു, അവൻ കോപം കൊണ്ട് എറിഞ്ഞു പൊട്ടിച്ചു. പഴയ നിയമ മധ്യസ്ഥനാകുന്ന മോശയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അതിനും പുറകിൽ ആദ്യ മനുഷ്യനാകുന്ന യാദാം ഏദൻ തോട്ടത്തിൽ പരാജയപ്പെട്ടു. പഴയ നിയമ മധ്യസ്ഥനാകുന്ന പുരുഷൻ പരാജയപ്പെട്ടു. എന്നാൽ ഒടുക്കത്തെ ആദാമത്തിലെ പൂർണ്ണ പുരുഷനായ പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു 40 ദിവസം അവൻ ലോകത്തെ വെല്ലുവിളിച്ച്, നിങ്ങൾ പരാജയപ്പെട്ട ഇടത്ത് എനിക്ക് ജയിക്കാൻ കഴിയും, നിങ്ങൾ തോറ്റയിടത്ത് ഞാൻ ജയിച്ചു കാണിക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളി മുഴക്കിക്കൊണ്ട് 40 ദിവസം ദൈവ സാന്നിധ്യത്തിനകത്തിരുന്നു. പുറത്തേക്കിറങ്ങുമ്പോൾ നോട്ടീസ് അടിച്ചു നിൽക്കുന്ന വേദികളല്ല യേശുവിനെ എതിരേറ്റത്. കുരുടന്മാരും കുഷ്ഠരോഗികളും ബുദ്ധിയില്ലാത്തവരും വേദനപ്പെടുന്നവരും അല്ല അവന്റെ മുമ്പിൽ വെളിപ്പെട്ടത്. അവന്റെ മുന്നിൽ വന്നത് സാത്താൻ, പിശാച് അവന്റെ മുൻപിൽ വന്നു. ഒന്നാമത്തെ പരീക്ഷ പിശാച് അവന്റെ മുമ്പിൽ കെട്ടഴിച്ചിട്ടു. എന്താ ഒന്നാമത്തെ പരീക്ഷ? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ എന്താ ചോദ്യം എന്നറിയാവോ? നീ ദൈവപുത്രൻ എങ്കിൽ. ചോദ്യം ഭയങ്കരമാണ്. 40 ദിവസം ഇരുന്നല്ലേ, നിന്റെ ദൈവ സാന്നിധ്യം ഉണ്ടെന്നൊന്ന് തെളിയിക്കാവോ? അതാ ചോദ്യം. നീ ദൈവപുത്രനാന്ന് പറയല്ലേ, ഒന്ന് തെളിയിച്ച് കാണിക്കാവോ? ഇതാ പിശാചിന്റെ ഒന്നാമത്തെ വെല്ലുവിളി. കഴിഞ്ഞ കുറെ ദിവസമായി നീ പെന്തിക്കോസുകാരനെന്നും പറഞ്ഞ് ഇവിടെ നടക്കുകയല്ലേ, ഒന്ന് തെളിയിക്കാവോ? ഞാൻ പറയാൻ കണ്ട പിശാചിന്റെ മുമ്പിൽ തെളിയിക്കാനല്ല, നിന്റെ പുത്രത്വം. ക്രിസ്തു പറയുന്നു, എന്റെ മേൽ ദൈവമേൽപ്പിച്ച പുത്രത്വം ഈ കല്ലപ്പമാക്കി തെളിയിക്കാനുള്ളതല്ല, ക്രൂശിൽ നിന്റെ തല തകർത്ത് ഞാൻ പുത്രനെന്ന് തെളിയിക്കാനുള്ളതാ. ഇന്നും പെന്തിക്കോസുകാരായ നമ്മുടെ വിഷയം എന്നാണെന്നറിയാവോ? ശ്രോത്ര, നീ പെന്തിക്കോസുകാരനാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ലെന്ന് കേൾക്കുമ്പോൾ ഉടനെ നമ്മളൊക്കെ പായിടുക. ആരുടെ മുമ്പിൽ തെളിയിക്കാനാ പറ? ദൈവത്തിന്റെയോ പിശാചിന്റെ മുമ്പിൽ? അവനല്ലേ ചോദിച്ചത്, നീ ദൈവപുത്രനെങ്കിൽ കല്ലിനെ. അപ്പൊ കല്ലപ്പമായില്ലെങ്കിലോ? നീ ആരല്ല? ഇതാ പിശാച് പറയുന്നേ. നിന്റെ മുമ്പിലും പിശാച് ഇതാ കൊണ്ടുവരുന്നേ. എന്നാൽ പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു അതിനെ ജയിച്ചു. എന്താ പറഞ്ഞത്? എന്റെ പിശാചേ, നീ വിചാരിക്കുന്നത് പോലെ ഈ അപ്പം ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും. ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മരുഭൂമിയെ ജയിക്കും. എങ്ങനെ? ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വചനം എന്നിലുണ്ടെങ്കിൽ ഈ മരുഭൂമിയെ ഞാൻ ജീവിച്ച് പുറത്തു വരും. ഇന്നത്തെ യോഗങ്ങൾ, ഇന്നത്തെ പ്രാർത്ഥനകൾ, ഇന്നത്തെ ആത്മീയ കൂട്ടങ്ങൾ പലതും എന്താണെന്നറിയാവോ? പ്രസംഗിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും എല്ലാം ദൈവപുത്രന്മാരെന്നങ്ങ് തെളിയിക്കാൻ വേണ്ടി അങ്ങ് അച്ചകെട്ടുക. നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാൻ പറഞ്ഞേ.
നമ്മൾ എന്തോ ഉണ്ടെന്നങ്ങ് കാണിക്കാൻ വേണ്ടി കല്ലുകൾ എടുക്കുന്നു, അപ്പമാക്കുന്നു. കല്ല് എത്ര ഭംഗിയുണ്ട്. ഞാൻ വന്നപ്പോൾ 5 അടി വീതിയുള്ള കല്ലായിരുന്നു, ഞാൻ പോകുമ്പോൾ നോക്കിക്കേ 8 അടിയുള്ള കല്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല, കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയത്തില്ല. പിന്നെ പോകാൻ കുറേ പേരിങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്യുക. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാ. കണ്ട പിശാചുക്കൾ പറയുന്നത് പോലെ കല്ലപ്പമാക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. കല്ലപ്പമായാലും ഇല്ലെങ്കിലും, ഒന്നുകൂടി ഞാൻ പറയാം, കല്ലപ്പമായാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. ഉറപ്പുള്ളവർ സ്തോത്രം ചെയ്താട്ടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ തിന്നാൽ 2 മണിക്കൂർ കൊണ്ട് ദഹിച്ചു തീരുന്ന ഒരപ്പത്തിനോ, ഒരിക്കൽ പനി മാറിയാൽ അടുത്ത കാലാവസ്ഥയ്ക്ക് വീണ്ടും പനി വരുന്നൊരു പനി മാറ്റുന്നതോ അല്ല എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. നിത്യതയിൽ എന്നെ എത്തിക്കുന്നതാണ് സുവിശേഷത്തിന്റെ ശക്തി. അതിനു വേണ്ടിയാണ് യേശു വന്നത്. ഹല്ലേലൂയ. ഒരു വാക്കുകൂടി ഞാൻ വചനം ധ്യാനിക്കുന്നവർക്ക് വേണ്ടി പറയാം. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, യേശു കർത്താവ് കല്ലപ്പമാക്കിയെന്നങ്ങ് ചിന്തിക്കുക. 40 ദിവസമായ യേശു കഴിച്ചിട്ട് കല്ലപ്പമാക്കി കഴിച്ചു. ഈ 40 ദിവസമൊക്കെ ഉപവസിച്ചിട്ട് അപ്പം കഴിക്കുമ്പോൾ ചെറിയ ക്ഷീണം വരത്തില്ലേ? ഉടനെ പിശാചൊരു മരത്തണൽ കാണിക്കും. അവിടെ കർത്താവ് അവിടെ കിടന്നങ്ങ് ഉറങ്ങും. ഇച്ചിരി കൂടി കഴിയുമ്പോൾ 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അടുത്ത വിശപ്പ് വരും. വിശക്കത്തില്ലേ? അത് ഈ അപ്പം കൊണ്ടെല്ലാം അങ്ങ് ജീവിക്കോ? ഇല്ല, വിശപ്പ് വരും. അടുത്ത കല്ല് പിശാച് റെഡിയാക്കി വെച്ചിരിക്കുക. എൻ്റെ കുഞ്ഞൻ, നീ നിന്റെ ജീവിതകാലം മുഴുവൻ അവൻ തരുന്ന കല്ല് അപ്പമാക്കിയും കഴിച്ചും അപ്പമാക്കിയും കഴിച്ചും ഈ മരുഭൂമിയിൽ നീ തീർന്നു പോകും. എന്നാൽ യേശു പറഞ്ഞ കല്ലല്ല എൻ്റെ വിഷയം. ഈ മരുഭൂമിക്ക് പുറത്ത് എന്റെ ദൈവപുത്രൻ എന്നുള്ള എന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ വെളിപ്പെടുത്താൻ ദേശങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ജാതികൾ കാത്തിരിപ്പുണ്ട്, കുടുംബങ്ങൾ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ ഞാൻ ആരെന്ന് തെളിയിക്കുന്നതല്ല എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഇതിനകത്തിരിക്കുന്ന ചില ദൈവദാസന്മാരെ, കുടുംബങ്ങളെ, ഇന്ന് രാത്രി ഉറപ്പോടെ പറ, പിശാചുക്കൾ കൊണ്ടുവരുന്ന കല്ലുകളിലല്ല എന്റെ കൃപയെ വെളിപ്പെടുത്തുന്നത്, മറിച്ച് ദൈവം പറയുന്ന ഇടത്ത്, അത് ക്രൂശിലെങ്കിൽ അവിടെ, വേദനയിലെങ്കിൽ അവിടെ, ശൂന്യമാക്കപ്പെട്ട കടലിലെങ്കിൽ അവിടെ ഞാൻ ആരെന്ന് ദൈവം തെളിയിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു വാക്ക് പിശാച് പറയുന്നു, മുകളിൽ നിന്ന് താഴേക്ക് ചാടുക നിന്നെ കാക്കാൻ. എന്താ അർത്ഥം എന്നറിയാവോ? പുസ്തകത്തിൽ വാക്യമുണ്ട്, ദൂതന്മാര് കാക്കുമെന്ന്, ഒന്ന് തെളിയിച്ചു തരാവോ? ഇതാ പിശാച് ചോദിക്കുന്നേ. കുറെ വാഗ്ദത്തമില്ലേ നിനക്ക്? കുറെ വാഗ്ദത്തമില്ലേ? കാല് കല്ലിൽ തട്ടത്തില്ലെന്ന്. നിന്റെ വാഗ്ദത്തത്തെ നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നിന്റെ വാഗ്ദത്തത്തെ നിനക്കൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാവോ? തെളിയിക്കാവോ? കർത്താവ് പറഞ്ഞു, എന്റെ കുഞ്ഞെ ചാടിയാ താങ്ങുമെന്നല്ല, ഇനി ആരെങ്കിലും എന്നെ തള്ളിയിട്ടാൽ ഞാൻ താഴെ വീഴുന്നതിന് മുൻപ് എന്നെ താങ്ങാൻ എന്റെ കർത്താവിന്റെ ദൂതന്മാർ ഇറങ്ങിയിരിക്കും. ഇതാണ് നമ്മൾ പരീക്ഷയിൽ ജയിക്കണമെന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം ഒത്തിരി വിശദീകരിക്കുന്നില്ല, വിഷയമല്ലാത്തത് കൊണ്ട്, സന്ദർഭവശാൽ ദൈവാത്മാവുള്ളിൽ തന്ന ചിന്തയായതുകൊണ്ട് പറയുകയാണ്. മൂന്നാമത്തെ ചോദ്യം എന്താണെന്നറിയാവോ? എന്നെ നമസ്കരിച്ചാൽ ഇതല്ല തരാ. നമുക്കിനിപ്പോൾ ആരെ നമസ്കരിച്ചാൽ എന്നെ ഇച്ചിരി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ യേശുവിനോട് പിശാച് ചോദിച്ചത് എന്താണെന്നറിയാവോ? നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? പറ. പിശാച് യേശുവിനോട് ചോദിക്കുക, നിനക്ക് എത്ര വയസ്സുണ്ട്? യേശുവിന്റെ മറുപടി എന്തായിരിക്കും? 30 വയസ്സുണ്ട് അല്ലേ? നീ ലോകത്തിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 30 വർഷമായി. എന്ത് നേടി? പറ. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷമായി? എന്ത് നേടി? എന്നെ നോക്ക. സാത്താൻ പറ, എന്നെ നോക്ക, ഇതെല്ലാം എന്റെ കയ്യിലുണ്ട്. നീ ദൈവപുത്രൻ എന്നും പറഞ്ഞ് 30 വർഷം നടന്നിട്ട് എന്ത് കിട്ടി? എന്റെ കൂടെ നിന്നാ നമുക്ക് ഷെയർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ സാത്താൻ പറഞ്ഞേ. കർത്താവിന്റെ മറുപടി എന്നാന്നറിയാവോ? എടാ, നീ എനിക്ക് കിടക്കാനൊന്നുമില്ലെങ്കിലും, കഴിക്കാനൊന്നുമില്ലെങ്കിലും, തലചായ്പാൻ ഇടമില്ലെങ്കിലും,
കിടക്കുന്നത് കണ്ടവരുടെ കൂരയിലാണെങ്കിലും അല്ല, ഞാൻ മരിക്കുന്നത് പോലും കണ്ടവർ ഉണ്ടാക്കി തരുന്ന ക്രൂശിലാണെങ്കിലും, എന്റെ ശരീരം വെക്കുന്നത് കണ്ടവന്റെ കല്ലറയിലാണെങ്കിലും, നീ തരുന്ന മഹത്വം എനിക്ക് വേണ്ട. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന മഹത്വത്തിൽ ഞാൻ പ്രവേശിക്കുന്നിടം വരെ അത് വേദനയിലൂടെയാണെങ്കിലും ഞാൻ നടന്നു പോകുമെന്ന് ഉലകത്തെ പഠിപ്പിച്ച ഏക പുരുഷൻ ഞങ്ങൾ ഉയർത്തുന്ന യേശു കർത്താവാണ്. 4-ാം അധ്യായത്തിൽ ഉലകത്തിൽ പിശാചിനെ എങ്ങനെ ജയിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തി. എന്നിട്ട് 5-ാം അധ്യായം നമ്മളെടുത്ത വേദഭാഗത്തേക്ക് വരുന്നു. ഇന്ന് രാത്രി ഞാൻ 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോവുകയാണ്. 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വാക്കിനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അത് പടക് എന്നൊരു വാക്കാണ്. പടക്, വളരെ ശ്രദ്ധയോടെ ഈ ആശയം നിങ്ങൾ ചിന്തിക്കുക. പടകിന്റെ 4 അവസ്ഥകൾ നിങ്ങൾക്ക് 1 മുതൽ 4 സ്റ്റേജസ് ഓഫ് ബോട്ട് നിങ്ങൾക്ക് 11 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സവിസ്തരമായ ചിന്ത എന്താണ് നമ്മുടെ ചിന്താ വിഷയം? മറക്കരുത്, മനുഷ്യ ജീവിതം എന്ന പടകിനകത്തെ ക്രിസ്തു എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മൾ വേഗത്തിൽ ഈ ആശയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യൻ പരിണാമത്തിലൂടെ ഉണ്ടായി എന്ന് സയൻസും കുറെ പേര് അങ്ങനെ വിശ്വസിക്കുന്നു. ഇതിനകത്ത് എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നെന്ന് അറിയത്തില്ല. മനുഷ്യൻ പരിണാമത്തിലൂടെ പരിണമിച്ച് വന്നതായ ഒരുത്തനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എന്താ പറയുന്നത്? മനുഷ്യർക്ക് പറയാൻ കഴിയാത്ത, ചരിത്രത്തിന് പറയാൻ കഴിയാത്ത, സയൻസിനോ ഹിസ്റ്ററിക്കോ പൂർവ്വ ആൾക്കാർക്കോ പറയാൻ കഴിയാത്ത ഏതോ കാലത്തിൽ എങ്ങോ ഏതോ വർഷത്തിൽ ഏതോ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഒരു വിസ്ഫോടനമുണ്ടായി. വിസ്ഫോടനത്തിൽ എന്തൊക്കെയോ പൊട്ടിത്തെറിച്ചു. അങ്ങനെയൊക്കെ അവർക്കും പറയാൻ പറ്റത്തുള്ളൂ. പൊട്ടിത്തെറികളിലൂടെ പലതും ഉണ്ടായി. അങ്ങനെ മിൽക്കി വേ ഉണ്ടായി, ഗാലക്സികൾ ഉണ്ടായി, സൗരയൂഥമുണ്ടായി. അങ്ങനത്തെ പൊട്ടിത്തെറിയിൽ ഉണ്ടായതൊന്ന് ഭൂമി. അങ്ങനെ അത് കുറെ വർഷങ്ങൾ, എത്ര വർഷമെന്ന് അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. എത്രയോ കോടി എന്നൊക്കെ പറയുന്നു. അത്രയും വർഷങ്ങൾക്ക് പുറകിൽ ആ ഭൂമിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. എങ്ങനെ ഇരുന്ന സമയത്ത് ഒരു മഴ പെയ്തു. ആ മഴയിൽ ഏകകോശ ജീവി ഉണ്ടായി. പിന്നെ അത് ബഹുകോശ ജീവിയായി. അതങ്ങനെ ജീവിയായി മാറി. കടയിലും വെള്ളത്തിലും ജീവിക്കുന്ന അങ്ങനത്തെ ജീവികൾ ഉണ്ടായി. അതിങ്ങനെ പരിണമിച്ച് ചെറിയ സസ്തനികൾ ഉണ്ടായി. അതിങ്ങനെ വീണ്ടും വന്ന് ജാവാ മനുഷ്യനിലെത്തി. അത് വീണ്ടും ഇങ്ങനെ പരിണമിച്ച് നിയാണ്ടർത്താൻ മനുഷ്യനിലെത്തി. അത് വീണ്ടും ഇങ്ങനെ നിയാണ്ടർത്താൻ കുരങ്ങൻ. അതിങ്ങനെ പരിണമിച്ച് ഇന്നത്തെ ആധുനിക മനുഷ്യനിൽ എത്തി. ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യനിൽ എത്തിയെന്ന് പരിണാമ സിദ്ധാന്തം പറയുമ്പോൾ അത് അംഗീകരിക്കുന്ന നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കത് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതെന്താണെന്നറിയാമോ? ഒന്ന്, ആരാണ്ട് ഏതോ വർഷം പൊട്ടിയെന്നൊക്കെ അതിന് പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എന്റെ കരത്തിലിരിക്കുന്ന വേദപുസ്തകം ഏതാണ്ട് എപ്പോഴാണ്ടെന്നുള്ളതല്ല, വ്യക്തമായി പറയുന്നു, ദൈവമാണ് ഭൂമിയെ ഉണ്ടാക്കിയത്. അത്രയും ആധികാരികമായി ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സർവ സൃഷ്ടിതാവ് നമ്മൾ ആരാധിക്കുന്ന കർത്താവാണെന്ന് പറയുമ്പോൾ ആരാണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇനി രണ്ടാമതൊരു കാര്യം കൂടി അതുണ്ട്. അതൊരു ലോജിക്കിന്റെ വിഷയമാണ്. ഒരാൾ ചോദിക്കുക, നിന്റെ വല്യപ്പച്ചൻ്റെ അപ്പൻ്റെ അങ്ങനെ പറഞ്ഞു പോയാൽ അപ്പൻ്റെ അപ്പൻ ആരാന്ന് ചോദിച്ചാൽ കൊരങ്ങനെന്ന് പറയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായില്ല? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. എൻ്റെ വല്യപ്പച്ചൻ്റെ അപ്പൻ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ആ അപ്പൻ കൊരങ്ങനായിരുന്നു എന്ന് നിങ്ങൾക്ക് ധൈര്യത്തോടെ പറഞ്ഞോ. എനിക്കത് ഇച്ചിരി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ സിദ്ധാന്തം വിശ്വസിക്കുന്നില്ല. കാരണം വേദപുസ്തകം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുകയാ. ഹി മെയ്ഡ്, അവൻ ഉണ്ടാക്കി. അത് ഉറപ്പാണ്. ദൈവമാണ് ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. തീർന്നില്ല. അവൻ എന്തിനാണ് ദൈവം ഭൂമിയെ ഉണ്ടാക്കിയത്? യെശയ്യാവ് 45:18 മനുഷ്യർക്ക് പാർക്കുവാൻ. വെറുതെ ഉണ്ടാക്കിയതല്ല, മനുഷ്യർക്ക് പാർക്കുവാൻ. ഇനി മനുഷ്യനെ ഉണ്ടാക്കിയതാരാ? ഞാൻ പറഞ്ഞല്ലോ, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ആധുനിക മനുഷ്യൻ പരിണാമത്തിൽ നിന്ന് പ്രവർത്തികൾ 17-ാം അധ്യായം.
26 വാക്യം വായിക്കാൻ നിയോഗിച്ചിരിക്കുന്നവർ വേഗത്തിൽ വായിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 17 അധ്യായം 26 വാക്യം. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. മതി, നിങ്ങൾക്ക് അതിന് വ്യാഖ്യാനിക്കേണ്ട പോലും ആവശ്യമില്ല. ഞങ്ങളിത് വായിച്ച് ശാന്തമായി കേൾപ്പിക്കുന്നത് പുറത്തിരുന്നൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയരെ, എൻ്റെ കൂടപ്പിറപ്പുകളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. പരിണമിച്ചുണ്ടായ ഏതോ കൊരങ്ങൻ്റെ അവശിഷ്ടങ്ങളല്ല നീയും ഞാനും എന്നുള്ള സത്യം മനസ്സിലാക്കുക. വേദപുസ്തകം അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, ഒരുവനിൽ നിന്ന് മനുഷ്യജാതികളൊക്കെയും ഉണ്ടായി. ഒരുവനിൽ നിന്ന്, ആ ഒരുവനാരാന്ന് പിന്നെ പറയാം. ഒരുവനിൽ നിന്ന് മനുഷ്യജാതികളെ ഒക്കെയും, അടുത്ത വാക്ക്, അവൻ ഉണ്ടാക്കി അല്ലെങ്കിൽ അവൻ ഉളവാക്കി. ഹല്ലേലൂയ. രണ്ടോ, അവൻ കാലങ്ങളെ നിയമിച്ചു. ഇത് മനുഷ്യനല്ല, സർവശക്തനായ സൃഷ്ടാതാവായ ദൈവം മനുഷ്യരെ ഉണ്ടാക്കി കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചു. ഇനി ആരാണ് ഈ ഒരുവൻ? ഒരുവനിൽ നിന്ന് മനുഷ്യജാതി. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 7 വാക്യം. ആരാണ് ഈ ഒരുവൻ? ഒരുവനിൽ നിന്ന് മനുഷ്യജാതി ഉണ്ടായി. ആരാണ് ഈ ഒരുവൻ? വേഗത്തിൽ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആമേൻ, സ്തോത്രം. വചനം ശക്തമായി പറയുന്നു. നമ്മൾ ആദ്യം വായിച്ചു അപ്പോസ്തല പ്രവൃത്തി 17:26. ഒരുവനിൽ നിന്ന് മനുഷ്യജാതി ഉണ്ടായി. ആ ഒരുവനാര്? സർവശക്തനായ ദൈവമാദിയിൽ നിലത്തെ പൊടി കൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കി. അവൻ ആദാം എന്ന് പേരിട്ടു. അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇവിടെ കാണുന്ന കല്ലും മണ്ണും മരങ്ങളും, ഇവിടെ കാണുന്ന നദികളും പുഴകളും, ഇവിടെ കാണുന്ന വൃക്ഷലതാദികൾ, ഇവിടെ കാണുന്ന പറവകൾ, ഇവിടെ കാണുന്ന സമുദ്രത്തിലെ ജീവികൾ സകലതിനെയും ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിൽ ഉണ്ടാക്കിയപ്പോൾ എന്നെയും നിന്നെയും, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിന്നെയും എന്നെയും ദൈവ വാക്കുകൊണ്ടല്ല ഉണ്ടാക്കിയത്, അവന്റെ മൂക്കിലെ ജീവശ്വാസം തന്ന് നമ്മെ ഉരുവാക്കിയതാണ്. ആമേൻ. അതിന്റെ കാര്യം പറയട്ടെ. അവൻ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട വെറുതെ ഊതി എന്നുള്ളൊരു വാക്കല്ല നിങ്ങൾ ഒറിജിനൽ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അവന്റെ മുക്കിൽ ദൈവത്തിന്റെ ശ്വാസം ഊതി എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ അവനിലേക്ക് ഊതി. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുക ആ വാക്കിന്റെ ആഴം. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുമ്പോൾ പട്ടിയെ പോലെ, പൂച്ചയെ പോലെ, ആമൻ, ഇവിടെ കിടക്കുന്ന കോഴിയെ പോലെ ഒന്നും അവൻ ജീവനുള്ളതായി തീർന്നു എന്ന് ചിന്തിക്കരുത്. അവരിൽ നിന്ന് വ്യത്യസ്തമാകാൻ കാരണം അവന്റെ ജീവൻ നമ്മുടെ ജീവനൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാ. അതിന്റെ ജീവന്റെ വില പോലും ഇന്ന് മനുഷ്യൻ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയത്തില്ല. പട്ടിയെ തല്ലിക്കൊല്ലുന്നതിനും ഭീകരമായ രീതിയിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന കാലം. വെറും 1000 രൂപയുടെ പേരിൽ പെറ്റു വളർത്തിയ അമ്മയുടെ അവൻ പൊക്കിൾ കുഴി നോക്കി ചവിട്ടുന്ന 14 വയസ്സുള്ള കുഞ്ഞിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചത് ഞാൻ ഓർക്കുന്നു. അവൻ അതുകൊണ്ട് മൃഗത്തെക്കാളും കേടുകെട്ട അവൻ നശിച്ചു പോകുന്ന മനുഷ്യൻ അത്രത്തോളം അധംപതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പക്ഷേ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന ഏക കാര്യം, മൃഗങ്ങൾക്കില്ലാത്ത ഒരു ജീവൻ യേശു അല്ല, ദൈവം മനുഷ്യന്റെ മൂക്കിൽ ഊതി ദൈവത്തിന്റെ ശ്വാസം അവന്റെ മേലാക്കി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആശയം, ദൈവമെന്ന ഒരു കൺസെപ്റ്റ്, ദൈവമെന്നൊരു ബോധം സകല സൃഷ്ടിയുടെയും സകല മനുഷ്യരുടെയും ഉള്ളിൽ ഉള്ളത്. അതിനി ആദിവാസികളാണെങ്കിലും കാട്ടിനകത്ത് കിടക്കുന്ന ദൈവം എന്തെന്ന് പോലും അറിയാത്തവരുടെ ഉള്ളിലും ദൈവം എന്ന് പറയുന്ന ഒരു ബോധമുള്ളതിന്റെ കാരണം മനുഷ്യന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയത് സർവശക്തനായ ദൈവമായത് കൊണ്ട് അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇനി
ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ഓരോ കാലങ്ങളും മാറ്റത്തിന് വിധേയമായി. മനുഷ്യൻ മാറ്റത്തിന് വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, സ്വയം പര്യാപ്തനാകാൻ വേണ്ടി. നിങ്ങൾക്കറിയാം, ആദ്യകാലം എന്ന് പറഞ്ഞ ശിലായുഗം എന്ന് പറയും. നമുക്കറിയാം, കല്ലുകൊണ്ട് ഉപജീവിച്ചൊരു കാലമുണ്ട്. അതെങ്ങനെ ആയുധങ്ങൾ എല്ലുകളാക്കി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഓടിപ്പോകുന്ന മൃഗങ്ങളെ കൊന്ന് കഴിച്ചിട്ട് ബാക്കി വരുന്നതിനെ ആ കാലത്തിലുള്ള ശിലായുഗത്തിലെ മനുഷ്യൻ ശിലയിലെ ഗുഹയ്ക്കകത്ത് വെച്ച് പിറ്റേ ദിവസം അഴുകിയതോ പുഴുത്തതോ ഒക്കെ ആയിരിക്കാം, ആ കാലഘട്ടം പറയുക, അവരത് കഴിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയം ഒരിക്കൽ കിട്ടിയതായ ഒരു മൃഗത്തിൻ്റെ ഇറച്ചി ഇവർ കഴിച്ചിട്ട് എല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരെല്ല് കടിക്കാൻ പറ്റുന്നില്ല, അവർ കൊട്ടി നോക്കി പറ്റുന്നില്ല, പറിക്കാൻ നോക്കി പറ്റുന്നില്ല, ഒടിക്കാൻ നോക്കി പറ്റുന്നില്ല, പല വിധത്തിലുമായി എല്ലൊന്ന് ഒടിച്ചു നോക്കിയിട്ട് പറ്റുന്നില്ല. ഒടുവിൽ അടുത്ത് കണ്ട പാറയിൽ എല്ലിനെ തട്ടി അടിച്ചടിക്കുമ്പോൾ എല്ല് പൊട്ടിയപ്പോൾ ഈ പൊട്ടിയതിൻ്റെ ഒരു ഭാഗം വന്ന് അടിച്ചവന്റെ ദേഹത്ത് തെറിച്ചപ്പോൾ അത് മുറിഞ്ഞു. അപ്പോൾ മനസ്സിലായി, ഈ എല്ല് ഉപയോഗിച്ചാൽ ആയുധമാക്കാം. അങ്ങനെ മനുഷ്യന്റെ ബുദ്ധി വികസിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിക്കാത്ത സമയത്ത് ആ എല്ലിനെ അവൻ ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ഇങ്ങനെ വേട്ടയാടുന്ന സമയത്ത് കല്ലുകൊണ്ടും കൈകൊണ്ടും കീഴ്പ്പെടുത്തുന്ന സമയം ഈ എല്ല് കൂടി പിടിച്ച് അടിക്കാൻ തുടങ്ങി. വേഗത്തിൽ മൃഗങ്ങൾ ചത്തു, അവൻ ആഹാരം കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജീവിതം മുന്നോട്ട് പോകുമ്പോൾ 2-3 മരങ്ങൾ കാറ്റത്തിങ്ങനെ ആടി ഉലയുന്നു. ഉരഞ്ഞുരഞ്ഞുരഞ്ഞ് പെട്ടെന്ന് തീ പടരുന്നു. മനുഷ്യൻ വിചാരിച്ചു പ്രേതം വരുന്നു, തങ്ങളെ കൊല്ലാൻ അന്യഗ്രഹ ജീവികൾ വരുന്നു എന്ന് വിചാരിച്ചു. മനുഷ്യരെല്ലാം ഓടാൻ തുടങ്ങി. ഈ ഓടിപ്പോയ പ്രാചീന കാലത്തിലെ മനുഷ്യൻ ഗുഹയ്ക്കകത്തൊളിച്ചിരിക്കുമ്പോൾ കുറെ സമയം കഴിഞ്ഞപ്പോൾ മഴ പെയ്യുന്നു. മഴ പെയ്തപ്പോൾ കത്തിയതായ തീ അണയുന്നു. പുറത്തേക്ക് വരുമ്പോൾ അന്ന് വരെ മൂക്കിലടിക്കാത്ത നല്ലൊരു മണം മൂക്കിൽ കിട്ടി. മണപ്പിച്ച് ചെല്ലുമ്പോൾ ഇതാ ചില ജീവികൾ ചത്തുകിടക്കുന്നു, തീക്കകത്ത് വെന്ത് കിടക്കുന്നു. തൊട്ടപ്പോൾ നല്ല സോഫ്റ്റ്, തൊട്ടപ്പോൾ തന്നെ തൊലി പറഞ്ഞു പോകുന്നു. കൈ കൊണ്ടെടുത്ത് കഴിച്ചപ്പോൾ ഇന്നലെ വരെ കഴിച്ച ഇറച്ചിയെക്കാളും വ്യത്യസ്തമായ ഇറച്ചി. മനുഷ്യന്റെ ബുദ്ധിയിൽ ആശയം ഉദിച്ചു, ഇത് ഞങ്ങളെ കൊല്ലുന്നതല്ല, ഈ കണ്ട തീ എന്നവർക്കറിയില്ല, ഈ കണ്ട പ്രതിഭാസത്തിനകത്ത് ഞങ്ങൾ വേട്ടയാടുന്ന ഇറച്ചി വീണാൽ രുചികരമായത് വരുമെന്ന് മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ തീ മനുഷ്യന്റെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റം സംഭവിപ്പിച്ചു. ഞാൻ ആ ഭാഗം അധികം വിശദീകരിക്കുന്നില്ല. അങ്ങനെ മനുഷ്യൻ കല്ലുകളും അവൻ കൂട്ടി ഉരസി തീ കണ്ടുപിടിച്ചു. തീയിലിട്ട് ചുട്ടുകഴിക്കാൻ തുടങ്ങി. അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റമായിരുന്നു ചക്രത്തിന്റെ കണ്ടുപിടുത്തം. ഞാൻ ആ ഭാഗം അധികം വിശദീകരിക്കുന്നില്ല. പിന്നെ മാനവകുലം ഇന്ന് എന്തിനേറെ പറഞ്ഞു 1969 ചന്ദ്രനിൽ കാല് ചവിട്ടി നിന്ന് മരണമെന്ന 3 അക്ഷരമെന്ന വാതിൽക്കലെത്തുമ്പോൾ അവിടം കൊണ്ട് തീർന്നു പോകത്തില്ല. ആ വാതിലിലൂടെ നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കും. അത് 3 അക്ഷരമാ. നിത്യത എന്ന 3 അക്ഷരം, ജീവിതം എന്ന 3 അക്ഷരം, മരണമെന്നൊരു വാതിലെന്ന 3 അക്ഷരം, അതിനകത്തപ്പുറത്തേക്ക് നിൽക്കുന്നത് നിത്യത എന്ന 3 അക്ഷരമാ. ആ നിത്യതയും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് സ്വർഗമെന്ന 3 അക്ഷരം, 2 നരകമെന്ന 3 അക്ഷരം. ഇങ്ങനെ എല്ലാം എന്താണ് ജീവിതം? ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കയ്യിൽ ഒതുക്കുന്ന വെള്ളം പോലെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ജീവിതം എന്നുള്ളത്. ഈ ജീവിതത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം? ജനിച്ചവനും മരണത്തിനുമിടയിൽ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. ഞാനൊരിക്കൽ ഒരു യുവജന ക്യാമ്പിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ ഒരു കൊച്ചൻ്റെ ആശയം ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ എന്താകണം? എനിക്ക് പഠിക്കണം. പഠിച്ചിട്ട് എന്താകണം? ജോലി കിട്ടണം. ജോലി കിട്ടിയിട്ട് എന്ത് ചെയ്യണം? വീട് മേടിക്കണം. വീട് മേടിച്ചിട്ട് എന്ത് ചെയ്യണം? ഓസ്ട്രേലിയയിൽ പോകണം. ഓസ്ട്രേലിയയിൽ പോയിട്ട് എന്ത് ചെയ്യണം? പെണ്ണ് കെട്ടണം. പിന്നെ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളാകണം. പിന്നെ എന്ത് ചെയ്യണം? ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ആ കുഞ്ഞുങ്ങളെ കെട്ടിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ആ കുഞ്ഞുങ്ങളെ കല്യാണത്തിൻ്റെ കൊച്ചുങ്ങളെ കാണണം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ പറ്റുമെങ്കിൽ മരിക്കണം. ഇതെല്ലാം കൂടെ എത്ര വർഷം കൊണ്ട് ചെയ്യും? മോനിപ്പോൾ എത്ര വയസ്സായി? ഇപ്പം എനിക്ക് 18 വയസ്സായി. എത്ര വർഷം കൊണ്ട് ഇനി കൂടെ കാണും? 60 വർഷം കൂടി കാണും. അവൻ പറഞ്ഞു, ഇനിയുള്ള 60 വർഷം കൊണ്ട് അവൻ്റെ ലിസ്റ്റ് കണ്ടോ? 3 തലമുറയും കണ്ടിട്ട് പിന്നെയും അവർ മരിച്ചാലും അവരുടെ ശവോടെ കൂടി കണ്ടിട്ട് വേണം എനിക്ക് ജാഗണമെന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ഇരിക്കുന്നേ.
കൊച്ചുമക്കളുടെ മക്കളെ മരിച്ചിട്ട് അവരുടെ ശവമടക്കിനും കൂടി പങ്കെടുത്തിട്ട് മരിക്കണമെന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ജീവിതം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ കുഞ്ഞെ എപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാൻ കഴിയാത്ത ചെറിയൊരു ജീവിതം, വലിയ സ്വപ്നങ്ങളുമായി ഈ പന്തലിനകത്തിരിക്കുന്നവർ മാത്രമല്ല, പെന്തിക്കോസുകാരല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹൈന്ദവർ മാത്രമല്ല, മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല, മനുഷ്യരായിട്ടുള്ള എല്ലാവരും ജീവിതമെന്ന ചെറിയ കാര്യത്തിൽ ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി ലക്ഷ്യങ്ങളുമായി ജീവിക്കുന്നവരാണ്, അല്ലേ? അങ്ങനെയല്ലേ? ഈ ജീവിതത്തെക്കുറിച്ച് കവികൾ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പാടിയതും ഈ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറേ പാട്ടുകളാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ക്രൈസ്തവ പാട്ടുകളിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾക്കറിയാമല്ലോ, ജീവിതത്തെക്കുറിച്ച് ഒരു കവിതയിൽ എഴുതിയിരിക്കുന്നത് ഈ ചുട്ടുപഴുത്ത ലോകം, ചുട്ടുപഴുത്ത ആ കൊല്ലന്റെ ആലയിൽ വച്ചിരിക്കുന്ന ആ ലോകം പഴുത്ത് പുറത്തേക്കെടുക്കുമ്പോൾ ആ പഴുത്തിരിക്കുന്ന ലോകത്തിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് പോകും. അത്രേ ഉള്ളൂ ജീവിതമെന്ന ഒരു കവി എഴുതി വച്ചിരിക്കുന്നത്. 2 ക്രിസ്തീയ ജീവിതത്തിലോട്ട് വന്ന മുഴുവൻ പാട്ടുകളാ, അല്ലേ? വിശ്വാസ ജീവിത യാത്രയിൽ, അല്ലേ, യാത്ര ചെയ്യല്ലേ, അക്കരയ്ക്ക് ഞാൻ യാത്ര ചെയ്യുന്നു. ഇന്നും നമ്മൾ കുറെ പാട്ടുകൾ പാടി. ഈ പാട്ടുകളിലെല്ലാം കിടക്കുന്ന ഒരു പേരുണ്ട്, എന്നാന്നറിയാവോ? കടലും പടകും. കടലും പടകം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് തരിക, വീട്ടിൽ ചെന്നിട്ട് കടലും പടകുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്രിസ്തീയ പാട്ടുകൾ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യണം. അതിൽ മുഴുവൻ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒത്തിരി വാക്കുകൾ ഉണ്ടായിരിക്കും. ഭക്തന്മാർ വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ല. ഞാൻ ആ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഭാഗം വിടുകയാണ്. വേഗത്തിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. സ്തോത്രം. പടക ജീവിതത്തിന് തുല്യമായി നിങ്ങളൊന്ന് ചിന്തിക്കുക. ലോകമെന്ന സമുദ്രത്തിനകത്ത്, ലോകമെന്ന നദിക്കകത്ത് ജീവിതമെന്ന പടക മുന്നോട്ട് പോകുന്നു. ഈ ഒരാശയത്തിൽ നമ്മൾ ഈ 5-ാം അധ്യായം ഒന്ന് ചിന്തിക്കാൻ പോകുകയാണ്. ആ ഒരർത്ഥത്തിലാണ് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ലോകമെന്ന വെള്ളത്തിനകത്തേക്ക്, ജീവിതമെന്ന പടകിനകത്തിരുന്ന് അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സഞ്ചാരിയാണ് ഞാനെന്ന് അവൻ പറയുന്നു. അടുത്തൊരു പാട്ടിൽ പറയുന്നു, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലാണ് ഈ യാത്ര. ഞാൻ ആ ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ജീവിതമെന്ന പടക് ലോകമെന്ന കടലിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് ഭക്തന്മാർ പാടി വെച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ഈ പാഠകന്റെ ഈ 5-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ 2 പടകുകൾ കരയിൽ അടുത്തിരിക്കുന്നത് കണ്ടു. ശ്രദ്ധിക്കുക, കരയിലെ പടക, കരയിലിരിക്കുന്ന ജീവിതം. ഞാൻ പറഞ്ഞു, പടക ജീവിതമായി ചിന്തിക്കുക, മനുഷ്യ ജീവിതം. കരയിലിരിക്കുന്ന പടക. ഇന്ന് പകൽ പ്രിയരെ, സ്നേഹിത, ഒരുപക്ഷെ താങ്കളായിരിക്കാം. ആ പടകിന്റെ പ്രത്യേകത എന്താണ്? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും പിടിക്കാതെ ലക്ഷ്യങ്ങളുമായി പുറപ്പെട്ട പടകാണ്. പക്ഷേ ലക്ഷ്യങ്ങളെല്ലാം താറുമാറായി, ആഗ്രഹങ്ങളെല്ലാം സ്വപ്നങ്ങളായി അവശേഷിച്ച പല ചോദ്യങ്ങളും ജീവിതത്തിന്റെ മുൻപിലുണ്ടായി. ഇതാ ആ വെളുപ്പാങ്കാലത്ത്, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്ന രാവിലെ, ആ കരയിൽ ഒഴിഞ്ഞ പടകമായി നിൽക്കുന്നത് എന്റെ കൂടപ്പുറപ്പെ, ഈ പാറശാലയിൽ ഒരുപക്ഷെ നിന്റെ വീടാകാം, നിന്റെ ജീവിതമാകാം. ഇന്ന് രാത്രി ആ പടകിനെ നോക്കി എനിക്ക് ചിലത് പറയാനുണ്ട്. മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത, സ്വപ്നങ്ങളുമായി പോയിട്ട് തകർന്ന് തരിപ്പണമായി പോയ എത്രയോ ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് എന്നെ വേദനിപ്പിച്ച ഒരു വാർത്ത, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു വാർത്തയാണ്. അപ്പനും അമ്മയ്ക്കും ഒറ്റ മകൻ, അവർ ഗൾഫിലാണ്. മകൻ ബാംഗ്ലൂർ പട്ടണത്തിൽ നന്നായി പഠിച്ചു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അവന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചു. അപ്പൻ ആ രാജ്യത്തേക്ക് അവനെ കൊണ്ടുപോകാൻ എല്ലാ പേപ്പർ വർക്കുകളും, ഒരു ഓഫീസിൽ ജോലി വരെ റെഡിയാക്കി. ടെലിഫോണിക് ഇന്റർവ്യൂ കഴിഞ്ഞു. പോകുന്നതിന്റെ തലേ ദിവസം, ഒറ്റ മകനാ, പോകുന്നതിന്റെ തലേ ദിവസം അപ്പനും അമ്മയ്ക്കും കൊടുക്കാൻ ഷർട്ടും അമ്മയ്ക്ക് സാരിയും മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ
എതിരെ വന്ന വണ്ടിയടിച്ചു തൽക്ഷണം മരിച്ചു. അപ്പനും അമ്മയ്ക്കും ഒറ്റമോൻ. ആർത്തിയോടെ പഠിപ്പിച്ചു, എല്ലാം പാസ്സായി, സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, ജോലി മുൻപിലുണ്ട്, ഇന്റർവ്യൂ കഴിഞ്ഞു, തൊട്ടു പിറ്റേ ദിവസം പോകാൻ സ്വപ്നങ്ങളെല്ലാം പകുതി വഴിയിൽ അസ്തമിച്ച ആ പൈതൽ ജീവിതത്തിൽ നിന്ന് യാത്രയായപ്പോൾ എന്റെ ഉള്ളിലും ചങ്കപൊട്ടി ഞാനും ചിന്തിച്ചു, ചിത്രയേ ഉള്ളൂ. സ്വപ്നങ്ങളെല്ലാം പകുതി വഴിയിലാക്കിയിട്ട് എത്രയോ ജീവിതങ്ങളാണ് അവസാനിക്കുന്നത്. ശൂന്യമാക്കിയില്ലേ? ആഗ്രഹത്തോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് വേദനിപ്പിച്ച എത്രയോ ദിനരാത്രങ്ങൾ വിശ്വസിച്ചു കൂടെ കാണുമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന പ്രിയരെ, എത്രയോ ദിവസങ്ങൾ നീ വേദനപ്പെടുന്നു. നിന്റെ ജീവിതത്തിലെ ശൂന്യത ആരറിയുമെന്നല്ലേ നീ ചോദിക്കുന്നത്? എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ഒരുവനുണ്ട്, നിന്റെ ശൂന്യത അറിയുന്ന, നിന്റെ പടകിന്റെ വേദന അറിയുന്ന, ജീവിതമെന്ന പടകിന്റെ നിരാശകൾ അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രി നിന്നെ തേടി വന്നിട്ടുണ്ട്. അവനത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു എന്ന പുരുഷൻ. അത്ര പേർക്ക് ഇന്ന് രാത്രി ആ യേശു ജീവിതം എന്ന പടകിൽ എത്ര പേരുടെ ഉള്ളിലുണ്ട്? ആ പടകിൽ യേശു വന്നവർ എത്ര പേരുണ്ട്? എന്റെ പടകിൽ യേശു ഉണ്ട്. ഇന്നലകളിൽ ശൂന്യമായിരുന്നു, ഇന്നലകളിൽ നിരാശയായിരുന്നു, പക്ഷെ യേശു എന്റെ പടകിൽ വന്നു. സംഭവിക്കുന്ന എന്നാന്നറിയാമോ? പലരും ലക്ഷ്യത്തിലേക്കാണ് ഓടുന്നത്. പലരുടെയും ലക്ഷ്യം പലതാണ്. പണ്ടൊരിക്കൽ കാട്ടിലെ രാജാവായ സിംഹം മനസ്സിലാകാൻ വേണ്ടി ചില കഥകൾ പറയുമ്പോൾ ശ്രദ്ധയോടെ പുറത്തുള്ളവരും ശ്രദ്ധിക്കുക. ഒത്തിരി സന്തോഷമുണ്ട്. ഈ സഭ, കൃപാസനം ക്രിസ്തുവിൽ ദൈവസഭ, ഇത്രയും റിസ്ക് എടുത്ത് ഈ ദേശത്തിലുള്ള എല്ലാവരും സുവിശേഷം കേൾക്കാൻ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെ വിടുവിക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അല്പസമയം നിങ്ങളുടെ ശുദ്ധ മനസാക്ഷിയെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. കാട്ടിലെ രാജാവായ സിംഹം വിശന്നിരിക്കുമ്പോ ഒരു മുയലിനെ കണ്ടു. സിംഹം മുയലിന്റെ പുറകെ ഓടി. മുയൽ മുൻപേ ഓടുന്നു, സിംഹം പുറകെ ഓടുന്നു. ഓടിച്ചെന്ന് മുയല് ഒരു മാളത്തിൽ ഒളിച്ചു. സിംഹം വെയിറ്റ് ചെയ്തു. കുറച്ചു കഴിഞ്ഞതും മുയല് മാളത്തിൽ നിന്ന് പുറത്തു വന്നു. വീണ്ടും സിംഹം ചാടി വീണു. മുയൽ വീണ്ടും ഓടി. ഓടിച്ചെന്ന് അടുത്ത ഒരു മാളത്തിലേക്ക് ഒളിച്ചു. സിംഹത്തിന് വാശിയായി, കൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ ആരാ? രാജാവാ. നീ ആരാ? ഇവിടത്തെ ഒന്നുമില്ലല്ലോ, ഞാൻ നിന്നെ പിടിക്കും. വീണ്ടും മുയൽ മാളത്തിൽ കയറി. സിംഹം കാത്തിരുന്നു. ചില മിനിറ്റുകൾ കഴിഞ്ഞു. മുയൽ പുറത്തു വന്നു. സിംഹം ചാടി വീണു. ചാടി വീണതും മുയൽ വീണ്ടും ഓടി. ഓടിച്ചെന്ന് വീണ്ടും തന്റെ മാളത്തിലേക്ക് കയറി. വീണ്ടും 2-3 പ്രാവശ്യം റിപ്പീറ്റായി. പല മാളങ്ങളിൽ ചാടി ഒടുവിൽ മുയൽ തന്റെ വീട്ടിലെത്തി. മുയൽ മാളത്തിലേക്ക് കയറി. പുറത്ത് സിംഹം വിഷമിച്ചു, ക്ഷീണിച്ചു, നിരാശപ്പെട്ട പുറത്തിരുന്നിട്ട താടിക്ക് കയ്യും കൊടുത്ത്, ഇവിടെ പലരും ഇരിക്കുന്ന പോലെ താടിക്ക് കയ്യും കൊടുത്തിട്ട ഈ മുയലിനോട് സിംഹം ചോദിച്ചു, എൻ്റെ പൊന്നു മോനെ, ഞാൻ ഇത്രയും ഓടിച്ചിട്ടും ഞാൻ രാജാവല്ലേ? നിനക്കെന്നാ കഴിവുണ്ടാ? ഞാൻ ഈ ഭയങ്കര മസിലുള്ള ടീമല്ലേ? ഞാൻ ഓടിച്ചിട്ട് നിന്നെ കിട്ടിയില്ലല്ലോ. എന്നെക്കാൾ ശക്തി നീയാണോ? നിന്നെ ഞാൻ രാജാവാക്കട്ടെ? ആര് ചോദിച്ചു? രാജാവ് ചോദിച്ചു. എന്താണ് നീ ജയിക്കാനുള്ള കാരണം? ഉടനെ മുയൽ പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ, ഇതിനകത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ ഓടുന്നതിനല്ല ഞാൻ ഓടുന്നത്. 2 ലക്ഷ്യങ്ങളാണ്. സിംഹം ഓടുന്നത് എന്തിനു വേണ്ടിയാ? വിശപ്പടക്കാനാണ്. മുയൽ ഓടുന്നത് എന്തിനു വേണ്ടിയാ? അവൻ്റെ ജീവന് വേണ്ടിയാ. ലക്ഷ്യം 2. 2 പേര് ഓടുന്നത് ഓട്ടമാ. 2 പേര് ഒന്നിനു പുറകെ ഒന്നായി ഓടുന്നു. പക്ഷെ സിംഹം ഓടിയത് ഒരു നേരത്തെ വിശപ്പിന് വേണ്ടിയാ. പക്ഷെ മുയൽ പറയും, എൻ്റെ ഓട്ടം ഇവിടെ തീരുന്ന ഒരു നേരത്തെ വിശപ്പല്ല, നിന്നാൽ നിന്റെ വായില. അതാണ് എൻ്റെ ഓട്ടം. ഇത്രയും തീ പിടിച്ചതുപോലെ ഓടുന്നേ. മനസ്സിലാകുന്നുണ്ടോ എൻ്റെ പ്രിയരെ? നമ്മളെല്ലാവരും ഓട്ടത്തിലാ. നമ്മളെല്ലാവരും ഓടുന്നു. ചിലരുടെ പുറകെ ഓടുന്നു, ചിലർ മുൻപേ ഓടുന്നു, ചിലർ പുറകെ ഓടുന്നു. നമ്മുടെക്കെല്ലാം പല ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്തിനു വേണ്ടിയാണ്?
നമ്മൾ ഓടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇന്ന് രാത്രി തിരിച്ചറിയാതെ പോകരുത്. ഓടിത്തളർന്ന സിംഹത്തെ പോലെ കുഴഞ്ഞു പോയൊരു വ്യക്തിയാണെങ്കിൽ, കണക്കുകൂട്ടലുകൾ ചെയ്ത്, ബിസിനസ്സുകൾ ചെയ്ത്, പല തീർത്ഥയാത്രകൾ ചെയ്ത് സമാധാനം കിട്ടാൻ നീ ജീവിതത്തെ ാണെങ്കിൽ, വീട്ടിനകത്ത് പലതും ചെയ്തിട്ടും ഇന്നും സ്വസ്ഥതയില്ലാത്ത വ്യക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശുവുണ്ട്. അവൻ നിന്റെ അരികിലേക്ക് വരികയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ആ ക്രിസ്തുവിനെ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഉയർത്തുകയാണ്. ശ്രദ്ധിക്കുക. ആമേൻ, സ്തോത്രം. ഈ ശൂന്യമാക്കപ്പെട്ട പടകിൽ 2 പടകുകൾ കരക്കടുത്ത് നിൽക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിച്ച ആവേശം കൊണ്ടൊരു വാക്ക് പറയാം. യേശു ആ പടകുകളിൽ ഒന്നിൽ എന്തുകൊണ്ട് മറ്റേ പടകെടുത്തില്ല? എന്തുകൊണ്ട് ഈ പട്ടണത്തിൽ വേറെ പടകുകളില്ലേ? ഇന്ന് രാത്രി നീ എന്ന പടകിനെ തേടി യേശു വരുന്നത് എന്തുകൊണ്ട്? നിന്റെ മേൽ അവന്റെ കൃപയുള്ളത് കൊണ്ട്. വിട്ടുകളയരുത്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ 3-ാമത്തെ രാത്രി നീ എന്ന പടകിനെ തേടി യേശു വരികയാണ്. നിന്നെക്കാളും വലിപ്പമുള്ള, നിന്നെക്കാളും ശക്തിയുള്ള, നിന്നെക്കാളും ബലമുള്ള പടകുകൾ ഈ പാറശാലയുടെ മണ്ണിൽ ഉണ്ടായിരിക്കാം. എന്നാൽ യേശു പറയുന്നു, നീ എന്ന പടകിനെ തേടി, നീ എന്ന പടകിനെ തേടി യേശു ഇന്ന് രാത്രി വരികയാണ്. എന്തിനാ? നിന്നെ ലക്ഷ്യത്തിലെത്തിക്കാൻ. തകർന്നു പോയൊരു ജീവിതമില്ലേ? ആ ജീവിതത്തെ മടക്കി തരാൻ. തകർന്നു പോയൊരു ജീവിതമില്ലേ? ഇന്ന് രാത്രി മടക്കി തരാൻ. ക്ഷണികമായ ഈ ജീവിതത്തിനകത്ത് ഒരർത്ഥമുണ്ടാക്കി തരാൻ ഇന്ന് രാത്രി യേശു നിന്നെ തേടി വരികയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോകുന്ന ഇടങ്ങളിൽ അടുത്തു വരുന്ന ഒരു അപ്പനാണ് നമ്മുടെ കർത്താവ്. 1992 മാഴ്സലോണിയയിൽ വെച്ച് നടന്ന സമ്മർ ഒളിമ്പിക്സ് നിങ്ങൾക്കൊരു പക്ഷേ അറിയാം. ചരിത്രത്തിൽ ഇടം നേടിയ ഓരോ ഒളിമ്പിക്സുകളുണ്ട്. അതിൽ 1992 ഉണ്ടായിരുന്നതായ ആ സമ്മർ ഒളിമ്പിക്സ് ഒത്തിരി പേര് മെഡൽ മേടിച്ചു, ഒത്തിരി പേര് ജയിച്ചു, ചിലര് റെക്കോർഡുകൾ തിരുത്തി കുറിച്ചു. പക്ഷെ ഇന്നും 1992 നടന്ന സമ്മർ ഒളിമ്പിക്സ് അറിയപ്പെടുന്നത് ജയിച്ചവരുടെ പേരിലല്ല, റെക്കോർഡുകൾ തിരുത്തി കുറിച്ചവരുടെ പേരിലല്ല, മറിച്ചൊരു ചെറുപ്പക്കാരന്റെ പേരില. അവന്റെ പേര് റെഡ്മണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര്. അവൻ 400 മീറ്ററിൽ മെഡൽ പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഡെറിക് റെഡ്മണ്ട് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ 400 മീറ്റർ ഓടുവാൻ അവൻ ആ ലൈനിലേക്ക് വന്നു നിന്നു. കൂട്ടത്തിൽ ഒത്തിരി പേര് ഓടുവാനുണ്ട്. എന്റെ ലക്ഷ്യം 400 മീറ്ററിൽ റെക്കോർഡ് ഭേദിച്ച് ജയിക്കുന്നത്. കാത്തിരിക്കുന്ന തന്റെ രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പതാക ദേഹത്ത് കൂടി ചുറ്റിയെടുത്ത് ഗോൾഡ് മെഡൽ മേടിക്കുന്ന ഉയരത്തിൽ കയറി നിന്ന് മെഡൽ കയ്യിൽ ഉയർത്തി കാണിച്ച് തന്റെ രാജ്യത്തെ അതിസംബോധന ചെയ്യുന്ന ലക്ഷ്യത്തെ ഉള്ളിലിട്ടുകൊണ്ട് സ്വപ്നം വഹിച്ചുകൊണ്ട് ഡെറിക് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഓടുവാൻ തുടങ്ങി. എല്ലാവരും ഓടി. ഫിനിഷിംഗ് ലൈനിൽ 150 മീറ്റർ പുറകിൽ വെച്ച അവന്റെ കാലിന്റെ ഉളുക്ക് സംഭവിച്ചു, മസിൽ പിടിച്ചു. ആ ട്രാക്കിൽ അവൻ വീണുപോയി. കൂടെയുള്ളവരെല്ലാം മുന്നോട്ടോടി. വീണ് കിടന്ന് കരയുമ്പോൾ 65,000 കാണികൾ വേദിയിൽ ഇരിപ്പുണ്ട്. 65,000 കാണികൾ ഗാലറിയിൽ കാത്തിരിക്കുന്നതിനിടയിൽ 92 ഈ സമ്മർ ഒളിമ്പിക്സിൽ ഡെറിക് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ 400 മീറ്ററിനും 150 മീറ്റർ പുറകിൽ വെച്ച ആ ട്രാക്കിൽ വീണ് കിടന്ന് കരയുമ്പോൾ എല്ലാവരും ചിന്തിച്ചു, അവൻ അവസാനിച്ചു, അവന്റെ കരിയർ തീർന്നു, നാണക്കേടാകും. പക്ഷേ ആ ചെറുപ്പക്കാരൻ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് യൂട്യൂബിൽ നടിച്ചു നോക്കിയാൽ മതി, 1992 സമ്മർ ഒളിമ്പിക്സ് എന്ന അവൻ ഈ ചിത്രം അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്തോത്രം. അവൻ കാലിൽ പിടിച്ച് തത്തി തത്തി എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും കണ്ണ് നിറഞ്ഞുകൊണ്ട്, എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം ഓടി ഫിനിഷിംഗ് കഴിയുമ്പോൾ ഇവൻ ആ ട്രാക്കിലൂടെ വെച്ച് വേദനയെ കടിച്ചമർത്തി ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വയ്ക്കുമ്പോൾ സെക്യൂരിറ്റികളും 65,000 കാണികളും എന്ത് പറ്റുന്നു എന്നറിയാൻ നോക്കിയിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കാണികളുടെ ഇടയിൽ നിന്ന് ഓടിയിറങ്ങി സെക്യൂരിറ്റികളുടെ ലൈനിനെ ചാടിക്കടന്ന് ഈ ട്രാക്കിലേക്ക് കയറി. സെക്യൂരിറ്റികൾ അദ്ദേഹത്തെ പിടിച്ചു മാറ്റുമ്പോൾ
സെക്യൂരിറ്റികളെയെല്ലാം തള്ളി മാറ്റി വീണ് കിടന്ന് കൈ കാല് പിടിച്ചിരിക്കുന്നവന്റെ അരികിൽ വന്ന് അവനെ താങ്ങിയെടുത്തു. എന്നിട്ട് ഈ റെഡ്മണ്ടിന്റെ കൈയെടുത്ത് തന്റെ തോളിലേക്കിട്ട് ഇവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അതാരെന്നറിയാമോ? ജിം റെഡ്മണ്ട് എന്ന് പറയുന്ന തന്റെ അപ്പനായിരുന്നു. കാണികളിൽ ഒരാളായി തന്റെ അപ്പൻ ഇരുന്നില്ല. വീട്ടിൽ ചെന്നിട്ട് നടിച്ചു നോക്കണം കേട്ടോ, ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പ്രായമുള്ള പിതാവ് തന്റെ മകനെ ആ കൈയെടുത്ത് തോളിലോട്ടിട്ട് അരയിൽ ചേർത്ത് പിടിച്ചെഴുന്നേൽക്കുമ്പോൾ മകൻ ഒരു കൈ കൊണ്ട് തന്റെ തൊടയിൽ പിടിച്ച് അപ്പനോട് പറഞ്ഞു, ഐ വാണ്ട് ടു ഫിനിഷ് മൈ റേസ്, എനിക്ക് എന്റെ ഓട്ടം പൂർത്തിയാക്കണം. അപ്പൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ചോടാം. അപ്പൻ മകന്റെ കൈക്ക് പിടിച്ച് താങ്ങി. സെക്യൂരിറ്റികൾ നോക്കി നിൽക്കേ ഈ 65,000 കാണികൾ സാക്ഷിയാക്കി അപ്പനും മോനും ഒരുമിച്ചോടാൻ തുടങ്ങി. ഹല്ലേലൂയ. 1992 സമ്മർ ഒളിമ്പിക്സ് ഇന്നും ചരിത്രത്തിൽ ഇടം നേടിയത് ജയിച്ച് റെക്കോർഡ് തിരിച്ചവരുടെ കഥ കൊണ്ടല്ല. റെക്കോർഡ് തിരിച്ചവർ പലരും ഉണ്ടായിരിക്കാം. എന്നാൽ ട്രാക്കിൽ വീണുപോയ, സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയ, ആഗ്രഹങ്ങൾ തകർന്നു പോയവനെ താങ്ങി എഴുന്നേൽപ്പിച്ച ഒരപ്പനും അവന്റെ ഓട്ടം പൂർത്തിയാക്കിയ ഒരു മകന്റെ കഥ കൊണ്ട് ചരിത്രത്തിൽ ഇന്നും ആ ഒളിമ്പിക്സ് നിൽക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയരേ, പൊളിഞ്ഞു പോയൊരു ചരിത്രം നിനക്കുണ്ടെങ്കിൽ, തകർന്നു പോയൊരു ജീവിതം നിനക്കുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശു കാണികളിൽ ഒരാളായിരിക്കത്തില്ല. അവൻ ഇന്ന് രാത്രി നിന്നെ തേടി വരികയാണ്. നിന്റെ പടകിന്റെ അരികിൽ, നിന്റെ പടകിന്റെ അരികിൽ അവൻ ഇന്ന് രാത്രി ഉണ്ട്. അവസരം കൊടുക്കാവോ? അവസരം കൊടുക്കാവോ? യേശു പറയുന്നു, മോനെ കേറിക്കോട്ടെ, കേറിക്കോട്ടെ, ഞാൻ നിന്റെ പടകിലേക്കൊന്ന് കയറട്ടെ. രണ്ടിലൊന്ന് തെരഞ്ഞെടുത്തത് കൃപയാണ്. കൃപയാൽ ഇന്ന് രാത്രി ഈ സന്ദേശം നിന്റെ ചെവിയിലെത്തിയിരിക്കുക. ഇനിയും പാറശാലയ്ക്ക് ഈ സുവിശേഷം കേൾക്കാൻ പറ്റുമെന്ന് ചിന്തിക്കരുത്. ഒന്നുകിൽ നിന്റെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഇത് രണ്ടിലൊന്ന് ഏത് സമയം സംഭവിക്കാം. ഇന്ന് രാത്രി അവൻ പറയുന്നു, കുഴഞ്ഞുപോയ നിന്റെ ജീവിതത്തെ, തെറ്റിപ്പോയ നിന്റെ ജീവിതത്തെ നേരെയാക്കാൻ ഞാൻ നിന്റെ പടകിലേക്ക് കയറുകയാണ്. സമർപ്പിക്ക. അവൻ ഇന്ന് രാത്രി നിന്റെ പടകിന്റെ അരികിൽ നിൽക്കുന്നു. അവൻ നിന്റെ പടകിനകത്ത് കയറാൻ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട ഞാൻ അകത്തു വന്ന ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ അതിന് വില ഉള്ളതുകൊണ്ടാ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി. ഇന്ന് രാത്രി അവൻ മുട്ടുന്ന ശബ്ദം നീ കേൾക്ക. എത്രയോ സുവിശേഷകന്മാർ, എത്രയോ സുവിശേഷ പ്രതികൾ നിന്റെ കരത്തിൽ തന്നു. മതം മാറ്റാനല്ലായിരുന്നു. ആ യേശു നിന്റെ വാതിൽക്കൽ മുട്ടുകയാ. നിന്റെ ഹൃദയം എന്ന വാതിലിൽ അവൻ ഇന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ഒന്നാമത്, കുഴഞ്ഞുപോയ പടക, ശൂന്യമാക്കപ്പെട്ട പടക. ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്റ്റേജ് ശൂന്യമാക്കപ്പെട്ട അവസ്ഥ. നമ്മുടെ ജീവിതത്തിലും ഒരു ശൂന്യതയില്ലേ? ചോദിക്കും. ഇല്ല പാസ്റ്റേ. ഓ പാസ്റ്റർ ഈ പറയുന്ന പോലെ അത് കുറെ ഈ എന്താ പറയുക, ഈ പണ്ടത്തെ ഈ വെള്ളക്കാർ സായിപ്പന്മാർ അവർ കൊണ്ടുവന്ന കുറേ മഞ്ഞപ്പൊടി ഉപ്പാവും കുറേ റേഷൻ കട വഴി കുറേ ഓതമ്പും കൊടുത്ത് നിങ്ങൾ കുറേ പേര് പെന്തിക്കോസ് കയറി ചെന്നിരുന്ന് കൈയടിച്ച് തുള്ളി നിങ്ങൾ പറയുന്നു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചോ. എനിക്കെന്ന് പറഞ്ഞാൽ പാറശാലയിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട്. രാവിലെ തിന്നുന്നതല്ല ഞാൻ ഉച്ചയ്ക്ക് തിന്നുന്നേ. എന്ത് തിന്നണമെന്ന് പോലും എനിക്കിപ്പോൾ പോലും അറിയാത്തതുപോലെ ഇഷ്ടംപോലെ ഫ്രീസറും ഫ്രിഡ്ജിലും ഉണ്ട്. ഞാനിനി എന്നാ പടകിൽ യേശുവിനെ കേട്ടാനാ എന്നല്ലേ അച്ഛാ നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ. നിനക്കെന്തുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിലൊരു ശൂന്യതയുണ്ടാ. അതെന്തെന്നറിയാമോ? ഏദനിൽ നഷ്ടപ്പെട്ടു പോയ ജീവനാണ്. പാപം ചെയ്തപ്പോൾ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ജീവൻ. ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്ക് ഇവിടം മുതൽ ഞാൻ വീണ്ടും ആരംഭിക്കുന്നു. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ 2-3 കാര്യം പറഞ്ഞു. കാക്കുക, വേല ചെയ്യുക. ആക്കി വെക്കുമ്പോൾ എന്തു പറ്റി? ലക്ഷ്യം തെറ്റിപ്പോയി. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കിയതെന്തിനാ? 1, ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവമായിട്ടുള്ള കൂട്ടായ്മ. 2, തോട്ടത്തെ കാക്കുക,
വേല ചെയ്യുക, സകലത്തെയും ഭരിക്കുക. ഇങ്ങനെ ദൈവം നിയോഗം കൊടുത്ത് മനുഷ്യനെ തോട്ടത്തിലാക്കിയപ്പോൾ ലക്ഷ്യം തെറ്റി. എന്താണ് ഈ പാപം? പാപം പാപം പാപമെന്ന് വേദപുസ്തകം പറയുന്നതിന്റെ ഗ്രീക്ക് വാക്ക് എന്തെന്നറിയാമോ? ഹമാർട്ടിയ എന്ന് പറയുന്ന വാക്കാണ് പാപത്തിന് കൊടുത്തിരിക്കുന്നത്. ലക്ഷ്യം തെറ്റുന്നതിന് പറയുന്ന പേരാണ് പാപം. എന്ന് പറഞ്ഞാൽ അമ്പെയ്യാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ അങ്ങകലയിരിക്കുന്ന ഒരു പക്ഷിയെ ചൂണ്ടി അവൻ അമ്പിങ്ങനെ വലിച്ച് ആ വില്ലിലേക്ക് കുലച്ച് വിട്ടു കഴിയുമ്പോൾ ആ ലക്ഷ്യമായ പക്ഷിയിൽ നിന്ന് അമ്പ് തെറ്റിപ്പോകുമ്പോൾ അവൻ വിളിച്ചു പറയും, ഹമാർട്ടിയ, ലക്ഷ്യം തെറ്റിപ്പോയി. പാപമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പിറപ്പേ, നീ ആരെയും കൊന്നു കാണത്തില്ല, നീ ഒന്നും ചെയ്തു കാണത്തില്ല, പക്ഷേ നീ ജനിച്ചപ്പോൾ തന്നെ നിന്നിൽ പാപമുണ്ട്. വേദപുസ്തകം പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. റോമാലേഖനം 5-ാം അധ്യായം 12-ാമത് വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 12-ാമത് വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. കണ്ടോ, ഒരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ലോകത്തിൽ പാപം കടന്നു. നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ പൊന്നു ഭാഷ അതൊക്കെ ചുമ്മാതാ, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ. ഇവിടെ ഈ പാറശാലയിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഒരണലിക്ക് 5 കുഞ്ഞുങ്ങളോ ഉണ്ടാന്ന് വിചാരിക്കുക. 5 കുഞ്ഞുങ്ങൾ. ഒരു പാമ്പിന് 5 കുഞ്ഞുങ്ങൾ കിട്ടി. 4 എണ്ണം ഈ പട്ടണത്തിലെ പലരെയും കടിച്ചു. വിഷമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഈ അണലി ഉണ്ടാക്കിയ 5 എണ്ണത്തിൽ 1 ഇന്നു വരെ കടിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരാളിനെയും കടിച്ചിട്ടില്ല എന്ന് കരുതി ആ പാമ്പിനെ വീട്ടിൽ വളർത്താൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? കണ്ടെങ്കിൽ പറഞ്ഞിട്ടേ പോകാവോ? പക്ഷേ ആ അണലി ആരെയും കടിച്ചിട്ടില്ല, എന്നാൽ പിന്നെ അത് ഇഞ്ഞ് തന്നേരെ, എൻ്റെ മോളുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ കൂടെ അവിടെ ആ ബെഡിൽ അങ്ങ് ഇട്ടേക്കാം എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? ഇല്ല. അത് കടിച്ചിട്ടില്ലെന്ന് കരുതി അത് പാമ്പല്ലാതാകത്തില്ല. കടിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ വിഷം കിടപ്പുണ്ട്. ഇതാണ് പാപം. നീ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നീ ജനിച്ചപ്പോൾ തന്നെ ഏക മനുഷ്യനാൽ പാപം ഉലകത്തിൽ പ്രവേശിച്ചപ്പോൾ ആ പാപം നിന്റെ ഉള്ളിലുമായി. നീ പാപിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏത് മനുഷ്യനും പാപിയാണ്. ഉലകത്തിലെ സകല മതങ്ങളും സകല പ്രത്യയശാസ്ത്രങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്നു, മനുഷ്യൻ പാപി. മുനിമാർ എന്താ പറഞ്ഞത്? അരനീര് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സൂര്യ നമസ്കാരം ചെയ്ത നമ്മുടെ പൂർവപിതാക്കന്മാർ എന്തു പറഞ്ഞു? അസതോമാ. എന്താ അതിന്റെ അർത്ഥം? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നെ നടത്തണമേ. തീർന്നില്ല. ഇസ്ലാം സഹോദരന്മാർ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ അവരുടെ പുസ്തകത്തിൽ അവരാരാധിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്നവർ അംഗീകരിക്കുന്ന അവരുടെ വേദപുസ്തകത്തിൽ പറയുന്ന വാക്കെന്താണ്? ഇബ്ലീസിന്റെ കുത്തുകൊള്ളാത്തവരായി ദുനിയാവിൽ ആരുമില്ല, എല്ലാവരും പാപിയാണ്. വിശുദ്ധ വേദപുസ്തകം ഒരുപടി കയറി ആടിവത്താൽ മരണവും ഉലകത്തിൽ വന്നു. മനുഷ്യൻ പാപിയാണ്. നിനക്കെല്ലാം ഉണ്ടെങ്കിലും നിന്റെ ജീവിതം ശൂന്യമാണ്. ആ ശൂന്യമാക്കപ്പെട്ട ജീവിതത്തെ തേടി ഇന്ന് രാത്രി യേശു നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. ഒന്ന്, കരയിലെ പടക്. രണ്ടാമത്തെ പടകിന്റെ അവസ്ഥ, യേശു പടകിൽ കയറി മീന് കൊടുത്തു എന്നാണോ വാക്യം? ചില ക്രിസ്ത്യാനികളല്ല പറയണേ, കുറെ പെന്തിക്കോസുകാർ ചിന്തിക്കുന്നത് യേശു കേറിയാൽ ഉടനെ മീനെന്നാ. യേശു കേറിയാൽ വിടുതൽ ഒന്നും നടക്കുകയില്ല. അത് ചിന്തിച്ചുകൊണ്ട് പെന്തിക്കോസി വരരുത്. യേശു പടകിൽ കയറി മീന് കൊടുത്തെന്ന് വാക്യമുണ്ടോ? യേശു പടകിൽ കയറി. ഒന്നാമത്തെ വാക്ക് കരയിൽ. അതാണ് രക്ഷ എന്നുള്ളത്. വേർപെട്ടു പോരുക, വിട്ടുപോരുക. നീ ശൂന്യമാക്കപ്പെട്ട ഇരുന്ന കരയിലെ ബന്ധം വിട്ട് പുറത്തേക്ക് വരിക. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു. എവിടെയൊക്കെയോ നീ കരയിലായിരുന്നില്ല, നീ എന്ന പടക. ഇന്ന് രാത്രി യേശു പറയുന്നു, ആ കരയിൽ നിന്ന് മുന്നോട്ടിറങ്ങ്. ഈ ചില പടകുകളുണ്ട്, ക്രിസ്ത്യാനികൾ എന്നുള്ള പടകാണ്. യേശുവിനെ സ്വീകരിച്ചവരോടും നിങ്ങളോടും പറയണമല്ലോ. ചില പടകുണ്ട്, 2-3 ടൈപ്പ് പടകുണ്ട്. ഒന്ന് കരയിലെ പടക്.
കരയിലെ പടക് നമ്മളത് കണ്ടു. അവർക്ക് വെള്ളവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. യേശു ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രാർത്ഥന ആയിക്കോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിങ്ങനെ പടകാണ്, ചാകുന്നിടം വരെ ഞാൻ ഇവിടെ തന്നെ കാണും. നിങ്ങളായിട്ട് ഇനി എന്നെ വെള്ളത്തിലിറക്കാൻ നോക്കരുത്. ഈ ടൈപ്പ് പടകുകളുണ്ട്. രണ്ടാമതൊരു ടൈപ്പ് പടകുണ്ട്, വെള്ളത്തിലെ പടക്. അങ്ങനെയുള്ള ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഫുൾ വെള്ളമാ. പിന്നെ നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന കർത്താവ് പറയുന്ന പോലെ പോകുന്നു. മൂന്നാമതൊരു ടൈപ്പ് പടകുണ്ട്, അതാണ് ഇച്ചിരി കട്ടി. കരയിലും വെള്ളത്തിലെയും പടക്. ഒരറ്റം കരയിലും മറ്റേ അറ്റം വെള്ളത്തിലും. ഒരറ്റം പെന്തിക്കോസിലും മറ്റേ അറ്റം വേറെ കണ്ടുവാ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, നിങ്ങളോടാ പറഞ്ഞേ, നിങ്ങളുടെ കാര്യമായി പറഞ്ഞേ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഗുജറാത്തിൽ നിന്ന് പാറശാലയിൽ വരേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ ഇരുന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഗുജറാത്തിൽ നിന്ന് ഇത്രയും മുടക്കി ഇവിടെ വന്നത് ഇത് നിങ്ങളോട് പറയാനാ. യേശു കയറിയ പടക് കരയിലല്ല, യേശു കയറിയ പടക് വെള്ളത്തിലായിരിക്കണം. യേശു കയറിയ പടക് കരയിലും വെള്ളത്തിലും ആകരുത്. നിങ്ങൾ ചിന്തിക്കുക, കരയിലും വെള്ളത്തിലും ഇരിക്കുന്ന പടക്. കരയിൽ നിന്ന് നോക്കിയാൽ ഈ പുള്ളി എവിടെ ഇരിക്കുക? കരയിലിരിക്കുക. വെള്ളത്തിൽ നിന്ന് നോക്കിയാൽ ഈ പുള്ളി എവിടെ ഇരിക്കുക? എന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വിശ്വാസിയാന്ന് ചോദിച്ചേ. അവിടെയും പേരുണ്ട്, ഇവിടെയും പേരുണ്ട്. നടക്കുകയല്ല, ഒരു വിടുതലും കിട്ടുകയല്ല. നമ്മൾ ചിന്തിക്കുന്ന യേശു കയറിയാൽ ഒന്നുമില്ല. യേശു കയറിയ പറയുന്ന നീക്ക. ഇന്ന് രാത്രി അതിനുവേണ്ടി ചിലർ സമർപ്പിക്കപ്പെടുക. ആരും അറിയാതെ നീ വന്ന് മുങ്ങിയിരിക്കാം. നീ ചിന്തിച്ച് അങ്ങോട്ട് സ്നാനപ്പെട്ട് തിരിച്ചു പോയാൽ സ്വർഗം കിട്ടുമെന്ന ചുമ്മാതാ. ഇന്ന് രാത്രി വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, അവന്റെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി വിടേണ്ടതിനെ വിട്ടിട്ട് ഇറങ്ങി വരാൻ, പുറപ്പെട്ടു വരാൻ ഈ രാത്രി ദൈവ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. പടക് കരയിൽ നിന്ന് വെള്ളത്തിലേക്ക്. യേശു പറയുന്നു, വെള്ളത്തിലേക്ക് നീക്കുക. ഈ വെള്ളത്തിലെ പടകിന്റെ കരയിലും കൂടി ഇരുന്നുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? അതിന് യേശു യോഹന്നാൻ അപ്പോസ്തലനിലൂടെ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളോട് ദൂത് പറയുമ്പോൾ അതിലൊരു സഭയോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്നാന്നറിയാമോ? നീ ശീതവാനുമല്ല. അടുത്ത വാക്കാ, നീ ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്റെ വായിൽ നിന്ന് എന്നല്ല. ഈ ഉമിണ്ണ് കളയാന്ന് പറഞ്ഞ അർത്ഥം എന്നാ? അത് പുസ്തകത്തിലുള്ളതുകൊണ്ട് നമ്മളൊക്കെ വായിക്കുന്നു. അത് എന്നാ ആലാ എന്നാ, അത് അറിഞ്ഞില്ലേലും ഭാഷ ഞങ്ങൾ സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് ഇനി ഉമിണ്ണ് കളയുക എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ ഡിക്ഷണറി നോക്കേണ്ട ആവശ്യമുണ്ടോ? അതറിഞ്ഞില്ലേലും ഞങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള പരിപാടിയെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അത് അറിയണം. ഇംഗ്ലീഷിൽ വായിക്കുന്ന സ്പിറ്റ് എന്നാ, തുപ്പിക്കളയോ എന്ന അർത്ഥം. ഒന്നുകിൽ നീ ശീതവാനാകണം, അല്ലെങ്കിൽ ഉഷ്ണവാനാകണം. അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതെ നിന്നാൽ ദൈവം പറയുക, ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. വാക്ക് ശ്രദ്ധിക്കുക. നമ്മൾ അവന്റെ വായിലിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവന്റെ ശരീരത്തിന്റെ അംഗമാണ്. ദൈവം പറയുന്നു, ഞാൻ നിന്നെ തുപ്പും. ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾക്ക് ലജ്ജയായിട്ട് തോന്നണ്ട, ഞാൻ തുറന്നങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ തുപ്പുന്നത് ശരീരത്തിൽ വീഴണമെന്നും വിചാരിച്ചോണ്ട് തുപ്പോ ആരെങ്കിലും? അങ്ങനെ ആരെങ്കിലും ചെയ്യോ? അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, മാനസിക രോഗി എന്ന് പറയും, അല്ലേ? ശരീരത്തിലോട്ട് വീഴുന്നെങ്കിൽ. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും തൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ അതിൻ്റെ ഒരു ഡോട്ട് പോലും വീഴാത്ത വിധത്തിൽ നീട്ടിയാണ് നമ്മൾ തുപ്പുന്നത്. ഇനി നിങ്ങൾ ആ വാക്യം വായിച്ചേ. നീ ശീതോഷ്ണവാനായാൽ ഞാൻ നിന്നെ വായിൽ തുപ്പിക്കളയുമെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത വിധത്തിൽ ദൂരേക്ക് ഞാൻ നിന്നെ വലിച്ചെറിയും. ആ ഒരവസ്ഥ വരാതിരിക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിന്റെ പടകിൽ യേശു ഉണ്ടായിരിക്കും. യേശുവിനെ നീ കണ്ടിരിക്കും. യേശു നിന്റെ പടകിൽ കയറിയിരിക്കും. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് നിന്നെ നോക്കി പറയുന്നു, മോനെ, നീ എന്ന ജീവിതം എന്ന പടക് മുന്നോട്ട് നീക്ക. വിട്ടുപോരുവീൻ. പാരമ്പര്യത്തെ വിട്ട, പൗരോഹിത്യത്തെ വിട്ട, നാമധേയ കൂട്ടങ്ങളെ വിട്ട അറിഞ്ഞ സത്യത്തിന് വേണ്ടി പുറപ്പെടാൻ ദൈവം ഇടപെടുകയാണ്. ഇതിനു വേണ്ടിയാണ് ഈ സുവിശേഷ യോഗം. ഹല്ലേലൂയ. വിട്ടുപോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ, അവരുടെ ഇടയിൽ നിന്ന് വേറിട്ടിരിപ്പീൻ. ഇതാണ് പുതിയ നിയമത്തിന്റെ കൽപ്പന. അതും ഇതും എല്ലാം കൂടി പറയുന്നതല്ല പുസ്തകം, വേദപുസ്തകം പറയുന്നത്. ഇനി ഇതിനകത്ത് വന്നാൽ മീന് കിട്ടുമെന്നുള്ളൊരാശയം അതിന് പിന്നാലെ പറയാം. ആമേൻ. നന്മ കിട്ടുമെന്നുള്ള ആശയം അത് പിന്നാലെ പറയാം. തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത് ദൈവമക്കളെ.
കർത്താവ് നമ്മെ വിളിച്ചത് ഭയങ്കരമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ശൂന്യമാക്കപ്പെട്ട പടകിൽ ഗതി പിടിക്കാതെ നിൽക്കുന്ന സമയം കൃപയാൽ യേശു ആ ജീവിതം എന്ന പടകിലേക്ക് വന്നു. ഒന്നാമത് പറയുന്നു, അല്പം നീക്കുക വെള്ളത്തിലെ പടക്. ശ്രദ്ധിക്കുക, വെള്ളത്തിലെ പടകിന് രണ്ട് കാര്യമുണ്ട്. അല്പം നീക്കുക എന്നുള്ളതല്ലേ. അതിലിരുന്നിട്ട് യേശു ആരുപദേശിച്ചു? ദേശക്കാരെ ഉപദേശിച്ചു. ഈ സമയത്തിന് വേണമെങ്കിൽ പടകിന് തിരിച്ചു പോകാം. ഇത് രണ്ടാമത്തെ സ്റ്റേജ്. ഒന്ന് കരയിലെ പടക്, രണ്ട് വെള്ളത്തിലെ പടക്. മൂന്നാമത്തെ സ്റ്റേജ് ആ പടക് ഇന്ന് രാത്രി എത്ര പേര് ഇതിനകത്ത് സമർപ്പിക്കും? അവിടെ ഇങ്ങനെ വായിക്കുന്നു, സംസാരിച്ച് തീർന്ന ശേഷം. ഞാൻ ചോദിക്കട്ടെ ശാന്തമായി, യേശു എത്ര മണിക്കൂർ സംസാരിച്ചു? എത്ര സമയം സംസാരിച്ചു? അറിയില്ല, എനിക്കറിയില്ല. സംസാരിച്ച് തീരുന്നിടം വരെ പത്രോസ് വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ പേരാ ക്രിസ്തീയ ജീവിതം. ഇറങ്ങുമ്പോൾ തന്നെ വിടുതൽ കിട്ടണം, അത്ഭുതം കിട്ടണം, രോഗശാന്തി കിട്ടണമെന്ന് വാശി പിടിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. കരയിലിരുന്ന പടകിലേക്ക് യേശു കയറി അല്പം നീക്കാൻ പറയുമ്പോൾ ആ പടകിൽ യേശു ഇരുന്നിട്ട് പത്രോസിനോട് ഒരു വാക്ക് പറയുന്നില്ല. ഇന്ന് രാത്രി അങ്ങനെ ഇരിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ, ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. എൻ്റെ പടകിൽ യേശു ഇരിക്കുന്നുണ്ട്, പക്ഷെ നിനക്ക് മാത്രം ഒരു വിടുതലില്ല. നിന്റെ വിഷയം മാത്രം യേശു തൊട്ടിട്ടില്ല. പത്രോസാണ് യേശുവിനെ വിളിച്ചത്. പത്രോസിന്റെ പടകിലാണ് യേശു ഇരിക്കുന്നത്, പക്ഷെ പത്രോസിനോട് മാത്രം യേശു പറയുന്നില്ല. കരയിലിരിക്കുന്ന എല്ലാരോടും യേശു സംസാരിക്കുന്നു. ഞാൻ ഈ പത്രോസിന്റെ ഹൃദയം ഒന്ന് ചിന്തിക്കുക. എൻ്റെ കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും പിടിക്കാതെ കരയിലെ ഞാൻ എന്ന പടകിരുന്നപ്പോ കൃപയാൽ നീ വന്നു. നിന്നെ ഞാൻ അംഗീകരിച്ചു. നിന്നെ ഞാൻ അംഗീകരിച്ചതാ ഞാൻ എന്ന പടക് മുന്നോട്ട് പോകുക. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇല്ല. യേശു ഒരു വാക്കും പത്രോസിനോട് പറയുന്നില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാം, എന്നോട് സംസാരിക്കാൻ ദൈവം ഒരു സമയമിട്ടിട്ടുണ്ട്. അതുവരെ ഞാൻ യേശുവിനായി കാത്തിരിക്കും. ഇറങ്ങി പുറപ്പെട്ട ദൈവമക്കളെ, 2 ദിവസം വിടുതൽ കിട്ടിയില്ലെന്ന് കരുതി, നിന്റെ വിഷയത്തിന്റെ മറുപടി കണ്ടില്ലെന്ന് കരുതി കരയിലേക്ക് വള്ളമടിപ്പിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. തിരിച്ചു പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. യേശു പ്രവർത്തിക്കുന്നിടം വരെ യേശുവിന് വേണ്ടി കാത്തിരിക്കാൻ ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നു? അടുത്ത സ്റ്റേജ്, സംസാരിച്ച് തീർന്നപ്പോ യേശു പത്രോസിനോട് പറയുന്നു, അടുത്ത വാക്ക് പറയാവോ? ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുക. മൂന്നാമത്തെ പടകിന്റെ അവസ്ഥ ആഴത്തിലെ സ്റ്റേജ്. പടക് ജീവിതമാ. ഒന്ന് കരയിലെ ജീവിതം, രണ്ട് വെള്ളത്തിലെ ജീവിതം. വെള്ളത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അല്പം ദൂരെ എന്ന് എഴുതിയിരിക്കുന്നത്. കരയിൽ നിന്ന് അല്പ ദൂരെ എന്ന് പറഞ്ഞാൽ കരയോട് വേണമെങ്കിൽ കയറി നിൽക്കാം. രണ്ടാമത്തെ ഘട്ടം അവിടെയാ. മൂന്നാമത്തെ ഒരു സ്റ്റേജിലേക്ക് എത്ര പേര് രാത്രി കയറാൻ ആഗ്രഹിക്കുന്നു? ആഴത്തിലേക്ക്. അവിടെ ആരില്ല, പുരുഷാരമില്ല. അവിടെ ആരില്ല, കരയെന്ന് പറയുന്ന ചിന്ത പോലുമില്ല. അവിടെ ആര് മാത്രമേ ഉള്ളൂ? പത്രോസും യേശുവും മാത്രം. ഇന്ന് രാത്രി അത് ആഗ്രഹിക്കുന്ന എത്ര പടകുകൾ ഇതിനകത്തിരിപ്പുണ്ട്. എന്റെ ജീവിതത്തിൽ കരയുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട. എന്റെ കുടുംബമായിട്ടുള്ള ബന്ധമല്ല, കൂട്ടുകാരല്ല, നാട്ടുകാരല്ല. ഞാനും എന്റെ യേശുവും മാത്രം. ഞാനും എന്റെ യേശുവും മാത്രം. ഇന്ന് രാത്രി അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്. അവരെ കാണുന്ന യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരെ അറിയുന്ന യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ അതിനായിരുന്നു ദൈവമക്കളെ വില കൊടുത്തത്. മറ്റേതിനേക്കാൾ അവർ യേശുവിനെ വലുതായിട്ട് കണ്ടു. വീട്ടുകാരെക്കാളും നാട്ടുകാരെക്കാളും സ്വന്തം കൂടപ്പിറപ്പുകൾ പട്ടിയെ തല്ലി ഓടിക്കുന്നത് പോലെ തല്ലി ഓടിച്ച യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ മുരുക്കിൽ കെട്ടിവെച്ച ഉറുമ്പ് ദേഹത്തു കൂടിയിട്ട മലയാളക്കരയിലെ ദൈവമക്കളെ എനിക്കറിയാം. അപ്പോഴും വിശ്വാസം വിട്ടുകളഞ്ഞില്ല. കുടുംബം മുഴുവൻ എതിരാകുമ്പോഴും അവനൊരു സഹോദരി പാടിയൊരു പാട്ടാണ്, യാത്ര ചെയ്യും ക്രൂശെ നോക്കി. വെറുതെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിട്ട് വെറുതെ ഇരുന്നപ്പോൾ ചൂണിട്ടെഴുതിയ പാട്ടല്ല. കുടുംബക്കാർ മുഴുവൻ എതിരായി യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ യേശുവാണ് എനിക്ക് വലുത്,
എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ വീട്ടുകാരും നാട്ടുകാരും സ്വന്തക്കാരും കുടുംബക്കാരും തനിക്കെതിരെ തിരിഞ്ഞ സമയത്തും ആ മാതാവ് ചങ്കോട് ചേർത്ത് വെച്ച് പറഞ്ഞു, യാത്ര ചെയ്യും ഞാൻ, ക്രൂശ നോക്കി ജീവൻ വയ്ക്കും ഞാൻ രക്ഷകനായി അന്ത്യ ശ്വാസം വരെ. എപ്പോൾ ഞെരുക്കത്തിന്റെ അപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും, എല്ലാം പ്രതികൂലമായാലും, വീണ്ടും പറയുന്നു, യാത്ര ചെയ്യും ഞാൻ, ക്രൂശ നോക്കി. ഞാൻ എന്ന പടക കരയിലേക്ക് കയറ്റത്തില്ല, യേശുവുമായി ആഴത്തിലേക്ക് ഞാൻ പോകും. ഇന്ന് രാത്രി തീരുമാനിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട. ഏത് കഷ്ടതയുടെ നടുവിൽ യേശു മതി എനിക്ക്. കേവലം ഒരു മീനിന് വേണ്ടി ഇറങ്ങിയതല്ല. നിങ്ങൾ ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ആഴത്തിലേക്ക് നീക്കി. യേശു പറയുന്ന ആഴത്തിൽ കിട്ടിയ വെളിപ്പാടുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പത്രോസിനോട് പറയുന്ന ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുക. വലയെറിഞ്ഞു, പെരുത്ത മീൻകൂട്ടം കെട്ടി. ആ പടകിന്റെയും വലയുടെയും അവസ്ഥ ചിന്തിക്കണം. ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ നിങ്ങളോടുള്ള ദൈവിക ഇടപെടലാണ്. പത്രോസ് വല കഴുകുകയായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ വല അഴുക്ക് പിടിച്ച വല. മറ്റൊരിടത്ത് വല നന്നാക്കുകയായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കീറിയ വല, കെട്ടപ്പെട്ട വല, കീറിക്കെട്ടിയ വല. ഈ പടക പുതിയ പടകല്ല, പഴകിയ പടക. ആഴത്തിലേക്ക് പോകുന്നതിന് മുൻപ് സർവശക്തനായ ദൈവം യേശു എന്ത് പറയണമായിരുന്നു? പത്രോസേ, ഞാൻ ദൈവം, നീ മനുഷ്യനാ, ഞാൻ നിനക്ക് മീൻ തരാൻ പോവാ. അതുകൊണ്ടൊരു കാര്യം ചെയ്, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നീ ചന്തയിൽ ചെന്ന് പുതിയൊരു വല മേടിച്ചോണ്ട് വാ, പുതിയൊരു വള്ളമായിട്ട് വാ, നമുക്ക് പോകാം എന്നല്ല പറഞ്ഞത്. പത്രോസേ, കീറിക്കട്ടിയ വലയല്ലേ, അത് മതി. പഴകിയ വലയല്ലേ, അത് മതി. ശൂന്യമാക്കപ്പെട്ട പടകല്ലേ, അത് മതി. അതിൽ ഞാൻ പ്രവർത്തിക്കാം. രാത്രി നിന്റെ ജീവിതം പലപ്പോഴായി കീറിക്കെട്ടിയതായിരിക്കാം, അഴുക്ക് പിടിച്ചതായിരിക്കാം, ശൂന്യമാക്കപ്പെട്ടതായിരിക്കാം, പഴകിയതായിരിക്കാം. യേശു പറയുന്നു, അത് മതി, എന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്താം. ആഴത്തിലേക്ക് വാ, എന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്താം. കീറിക്കെട്ടിയതിന്റെ പേരിൽ ലോകത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ആ വലക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, വല കീറിയെന്നല്ല, കീറത്തില്ല, പറഞ്ഞതുടയവനാ, പറഞ്ഞവനുടയവനാ. കീറുമെന്ന് ലോകം പറയും, യേശുവിന്റെ പുറകെ പോയില്ലേ, കീറും, മുങ്ങും. കർത്താവ് പറയും, ഇല്ല, വിളിച്ചത് ഞാനെങ്കിൽ കീറുമെന്നൊക്കെ നിനക്ക് തോന്നാം, കീറാതെ പുറത്തെടുക്കാൻ ഈ രാത്രി ദൈവം വിശ്വസ്തനാ. യേശുവിൻ നാമത്തിൽ രാത്രി എവിടെയൊക്കെയോ കീറ്റലുകൾ വീട്, മക്കളെ കുറിച്ചോർത്ത്, കുടുംബങ്ങളെ കുറിച്ചോർത്ത് വീട്ടിന്റെ വരാന്തയിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ മാതാവേ, നിന്നോടുള്ള ദൈവത്തിന്റെ സന്ദേശമാ. ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവിനോട് പറ, കർത്താവേ, എന്റെ കീറിക്കട്ടിയ വലയിൽ നിന്റെ മഹത്വം എന്ന് വെളിപ്പെടണം. പ്രാർത്ഥിക്കുക. ഈ രാത്രി യേശു നിന്റെ വീട്ടിനകത്ത് വരും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, വല കീറാറായി. നമ്മൾ പെന്തിക്കോസുകാർ മാത്രമല്ല, സാധാരണ മലയാളികളാണല്ലോ. തമിഴ്നാട്ടുകാരും കാണും, നിങ്ങളെ ഞാൻ ഒഴിവാക്കുക. സ്തോത്രം. ആമേൻ. മലയാളികളുടെ കാര്യം, ഞാൻ മലയാളിയാകുമ്പോൾ മലയാളിയുടെ കാര്യം പറയാം. നമ്മളടങ്ങി പറയും, കർത്താവ് മതി, എൻ്റെ പടക് നിറയാറായല്ലോ. പിന്നെ ഒരു 10-25 കോടി എടുത്ത് ബാങ്കിലിടണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3 ജനറേഷന് വേണ്ടിയിട്ട് ഡിപ്പോസിറ്റ് പിന്നെ ഒരു ഡിപ്പോസിറ്റ്, ഇതെല്ലാം ഇട്ടിട്ട് വീടിൻ്റെ മുമ്പിൽ യേശു ഈ വീടിൻ്റെ നായകനെന്ന് എഴുതി വെക്കണം. എന്നിട്ട് മൈക്ക് കിട്ടുകയാണെങ്കിൽ പറയും, ഒന്നുമില്ലാത്തവനായി കരയിലിരുന്നു, കൃപയാൽ. നമ്മൾ വൈബ്രേഷൻ ഇടാൻ മിടുക്കനാണല്ലോ. കൃപയാലേ. അല്ലച്ച, എനിക്കൊരു മീൻ തരോ ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കാം. മനസ്സിലായില്ല? അതല്ല പെന്തിക്കോസ്. എന്തേ ഒരു ഇതുവരെ ഇല്ലാത്തൊരു ഉത്സാഹമില്ലായ്മ. നമ്മൾ ഈ സാധാരണ എല്ലാവരും എന്ത് ചെയ്യും? പാവയ്ക്ക ജ്യൂസ് ആദ്യം കൊടുക്കും, പിന്നെ നമ്മൾ നല്ല ടേസ്റ്റുള്ള കൊടുക്കും. എൻ്റെ രീതി അങ്ങനെയല്ല. ആദ്യം നമ്മൾ ചോക്ലേറ്റ് കൊടുക്കും. ഈ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ നമുക്കറിയാം നിങ്ങളുടെ രീതി എന്നാന്ന്. പിന്നെ പാവയ്ക്ക ജ്യൂസ് തരുമ്പോൾ നിങ്ങളുടെ മുഖം മാറുമ്പോൾ അറിയാം ഏക്കുന്നുണ്ടെന്നുള്ളത്. ആദ്യമേ പാവയ്ക്ക ജ്യൂസ് തന്നാൽ നിങ്ങൾ ഇങ്ങനെയാണെന്നൊരു തെറ്റിദ്ധാരണ എനിക്ക് വന്നാലോ?
അപ്പം നിങ്ങളാടെ ആരാധനയുടെ ലെവൽ മനസ്സിലായി. ഇനി നിങ്ങൾ എനിക്ക് വേണ്ടിയെങ്കിലും 2 സ്തോത്രം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഏതാ മുഖം ഒന്ന് ചിരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് ചിരിച്ച ഒരു സ്തോത്രം പറഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെ പറയുമല്ലേ. ഒരാൾ വന്ന് പറയുന്നത് അച്ഛാ എനിക്ക് 2 മീൻ തരുമെന്ന് ചോദിച്ചാൽ നമ്മൾ ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ നാളെ ഡിവോഴ്സ് നിന്റെ വിഷയവും 2 മീൻ നിനക്ക് കിട്ടാൻ വേണ്ടി എന്നല്ല പത്രോസ് പറഞ്ഞേ. യേശു പറഞ്ഞ എന്നാന്നറിയാവോ? വല കീറാറായി, അടുത്ത വാക്ക മറ്റ് പടകുകളെ. വാവ്, ഇതാ പെന്തിക്കോസ, ഇതാ ക്രിസ്ത്യാനിത്വം. നിന്റെ പടകിൽ യേശു വന്നത് നിന്റെ പടകിൽ ഒതുങ്ങാനല്ല. അടുത്ത ശൂന്യമാക്കപ്പെട്ട പടക് ഈ പാറശാലയുടെ മണ്ണിലുണ്ട്, ഈ പുത്തൻകടയിലുണ്ട്, ഈ കുലശേഖരത്തുണ്ട്, ഈ മാർത്താണ്ഡത്തുണ്ട്, ഈ കേരളക്കരയിലുണ്ട്, ഈ ഗുജറാത്തിലുണ്ട്, ഈ ഇന്ത്യയിലുണ്ട്. ശൂന്യമാക്കപ്പെട്ട പടകിലേക്ക് യേശുവിനെ പകർന്നു കൊടുക്കാൻ നിന്നെ ആഴത്തിലേക്ക് വിളിക്കുകയാണ്. പ്രിയരെ, യേശു നിന്റെ പടകിൽ കയറുമ്പോൾ ഒരു കാര്യം മറക്കരുത്, നിന്റെ പടകിൽ യേശുവുണ്ട്. തൊട്ടപ്പുറത്ത് യേശുവില്ലാത്ത പടകുകൾ പലതുണ്ടെന്ന് മറക്കരുത്. നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയാവോ? നമ്മൾ തിരുവനന്തപുരത്തേക്ക് കയറാൻ ബസ് കാത്തു നിൽക്കും. കുറേ സമയം നിൽക്കുമ്പോഴും ബസ് വരുന്നില്ല. നമ്മൾ കേരള സർക്കാരിനെയും മന്ത്രി ഗണേശിനെയും ഒക്കെ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് എന്നാ മന്ത്രിയാ, ഒരു ബസ്സും ഇല്ല, ആരാ ഇതാന്നൊക്കെ പറയും. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബസ് വന്നു, കൈ കാണിച്ചു, നിർത്തി, കയറി സീറ്റ് ഇരുന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ ഒരമ്മച്ചി കൈ കാണിച്ചു, വണ്ടി നിർത്തി, അമ്മച്ചി കയറി. നമ്മൾ തല ചൊറിയാൻ തുടങ്ങി. ഇച്ചിരി കൂടി കഴിഞ്ഞപ്പോൾ സ്കൂൾ പിള്ളേർ കാണിച്ചു, കൈ കാണിച്ചു, സ്റ്റോപ്പിലല്ല, പുള്ളി വണ്ടി നിർത്തി, പിള്ളേർ കയറി. അടുത്തിരിക്കുന്നവർ ഇതന്നെ സൂപ്പർ ഫാസ്റ്റ് എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്, കണ്ണി കാണുന്നിടത്തെല്ലാം അങ്ങ് നിർത്തുകയാണല്ലോ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും നിർത്തി. നിർത്തുന്ന സ്റ്റോപ്പിൽ മുഴുവൻ നമ്മൾ ഡ്രൈവറെ തെറി വിളിക്കും. കാരണം എന്താണെന്നറിയാവോ? നമ്മൾ കയറുന്നിടം വരെ സർക്കാർ കൊള്ളത്തില്ല. വണ്ടി കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റോപ്പിൽ നിർത്തരുത്, നമ്മൾ ഇറങ്ങുന്നിടമാണ് അടുത്ത സ്റ്റോപ്പ്. ഇതാണ് നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പം. എവിടെയുണ്ട് നിർത്തിക്കളഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങ് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. ഇതുപോലെ നമ്മൾ യേശുവിനെ സ്വീകരിച്ചു, പിന്നെ അടുത്ത ബെല്ല് സ്വർഗമാണ്. ഇടയിൽ പിന്നെ ആരും കയറാനും പാടില്ല, ഇറങ്ങാനും പാടില്ല. ഞാൻ കയറി, എൻ്റെ വീടും കയറി, ഇനി ആര് കയറിയാലും കൊള്ളാം, ഇറങ്ങിയാലും കൊള്ളാം. അടുത്ത ബെല്ല് അപ്പുറം സിയോംപുരം. അല്ല, ചിന്തിക്കുക, ചിലർ കൂടി ഈ കൺവെൻഷനിൽ, ചിലർ കൂടി ചില പടകിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യ്. 8 പട്ടിയും 2 കുട്ടിയും, ചില വീടിൻ്റെ കാര്യമാണ് പറയുന്നത്. 8 പട്ടിയും 2 കുട്ടിയും. പട്ടിക്ക് ഹോർലിക്സും കുട്ടിക്ക് ബിസ്ക്കറ്റും. പട്ടി കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലും കുട്ടി ഡിക്കിയിലും. പട്ടി ഒക്കത്തും കൊച്ചിനെ നടത്തിയും. ഇതാണ് മലയാളത്തിലെ പലരും, അല്ലെങ്കിൽ ഇന്ത്യയിലെ പലരും. ഇങ്ങനെ പോകുമ്പോൾ തൊട്ടപ്പുറത്തൊരു കൊച്ച് വിശന്നിരിക്കുമ്പോളേ കാണുന്നില്ലെങ്കിൽ അത്രയും പറഞ്ഞാൽ നിർത്തുക. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ യേശു വിളിച്ചത് കൈയടിക്കാൻ മാത്രമല്ല, അന്യഭാഷ പറയാൻ മാത്രമല്ല, ഇന്ന് രാത്രി ക്രിസ്ത്യാനികളോട് മാത്രമല്ല ഞാൻ പറയുന്നത്. നീ പള്ളി പോകാൻ മാത്രമല്ല, കുർബാന കാണാൻ മാത്രമല്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി സഹവിശ്വാസികളുടെ വേദന കാണാൻ, അവന്റെ ശൂന്യത കണ്ട് അവനിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഒന്ന് പകർത്തിക്കൊടുക്കാൻ ഈ രാത്രി നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. മറക്കരുത്, രണ്ടുള്ളതിന് ഷെയർ ചെയ്യാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് പറയുമ്പോൾ, ഈ ദേശത്തിലുള്ളവരെ നോക്കി പറയാം, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില ആഴ്ചകൾ കഴിയുമ്പോൾ ഈ പന്തലിരിക്കുന്നിടത്ത് ഒരാലയം ഉയരും. അത് നിങ്ങൾ കേൾക്കുമ്പോ ഷെയർ ചെയ്യുക. ദേശത്തിലൊരാലയം ഉയരുമ്പോൾ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടാൻ ചുവട് വയ്ക്കുക. പ്രിയരെ, ക്രിസ്തു സ്നേഹം പകരുന്നതാണ്. രോഗിക്ക് ഒന്ന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, പ്രാർത്ഥിക്കുകയും ചെയ്യുക. വിശന്ന് കിടക്കുന്നവന് അപ്പം കൊടുക്കുക, പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതാണ് ക്രിസ്തു മാർഗം, ഇതാണ് ഷെയർ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? അങ്ങനെ ഒരു ആഴത്തിലേക്ക് പോകണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? എന്നാ പിന്നെ ആ 3ാമത്തെ സ്റ്റേജ് വേണ്ട കർത്താവേ, 2ാമത്തെ ഘട്ടം മതി. അങ്ങനെയാണോ? 3ാമത്തെ ഘട്ടം പിന്നെ നിന്റെ നിയന്ത്രണമല്ല. യേശു പറയും എവിടം വരെ പോകണമെന്ന്, യേശു പറയും എവിടെ വല എറിയണമെന്ന്,
യേശു പറയും എത്ര മീൻ ഷെയർ ചെയ്യണമെന്ന്. നിയന്ത്രണം അവന്റെ കയ്യിലാ. അങ്ങനെ വിട്ടുകൊടുക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്, എത്ര സഭകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അഭിഷിക്തന്മാർ വിശ്വസിക്കുക, ദൈവം നമ്മളെ ആഴത്തിലേക്ക് നീക്കുന്നത് ചില നിറവുകൾ തന്ന് നിന്നിലൂടെ ചില പടകുകൾ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത വാക്ക് മറക്കരുത്. ചില പെന്തക്കോസ്തുകാർക്ക് ഈ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതാണെന്നറിയാവോ? ദൈവം എനിക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടി. ശൂന്യമാക്കപ്പെട്ട വലയായിരുന്നു. ഒറ്റ ഗ്ലോറി, അന്യഭാഷ വിടുതൽ. ഹല്ലേലൂയ. 2 വെച്ചു 4, 4 വെച്ചു 8, 8 വെച്ച് 16. ദേ നിറഞ്ഞു, ദേ വന്നു, ഭയങ്കരമായിട്ട് നിറഞ്ഞു. കൈവീശി കിട്ടി, പോയി. ഇതാണ് നമ്മുടെ പലരും പറയുന്നത്. ചോദിക്കട്ടെ, മീന് കിട്ടിയോ? കിട്ടി. എത്ര മീന് പത്രോസ് വീട്ടിൽ കൊണ്ടുപോയി? പുസ്തകത്തിലില്ല. ഒരു മീന് വീട്ടിൽ കൊണ്ടുപോയില്ല. ഒരു മീന്. ഇതാണ് ക്രിസ്തീയ ജീവിതം. കാണിക്കും. ഇറങ്ങിയതേ ശൂന്യമാക്കാനല്ല കുഞ്ഞേ. ഞാനാ നിന്നെ വിളിച്ചിറക്കിയതെങ്കിൽ നിറയ്ക്കാൻ ഞാൻ വിശ്വസ്തനെന്ന. കരയിൽ നിൽക്കുന്നവൻ കാണാനൊക്കെ ഇച്ചിരി നിറച്ചെന്നൊക്കെ കരുതും. പക്ഷെ അതൊക്കെ കൊണ്ട് വീട്ടിൽ പോയി എന്തേലും കാട്ടിക്കൂട്ടാനല്ല ദൈവം പറയുന്നത്. അടുത്ത വാക്ക് നിറച്ചത് വഴിയിൽ ഉപേക്ഷിച്ച യേശുവിന്റെ പുറകെ. അത് 4ാമത്തെ സ്റ്റേജ്. തുടങ്ങിയ ഇടത്ത് യാത്ര അവസാനിപ്പിച്ചു. ആ പടക തുടങ്ങിയത് കരയിൽ, യാത്ര തീർത്തത് കരയിൽ. ഇതാണ് ജീവിത ജനനത്തിനും മരണത്തിനും ഇടയിൽ. ഒരു കരയിൽ നിന്ന് തുടങ്ങി, ജനനമെന്ന കരയിൽ നിന്ന് തുടങ്ങി യേശുവുള്ള പടകായി മുന്നോട്ട് പോയി. ആഴത്തിലേക്ക് യേശുവും മാത്രമായി മുന്നോട്ട് പോയി. അവസാനം മരണമെന്നൊരു കരയിൽ അവസാനിപ്പിക്കുമ്പോൾ ചോദ്യം, പടകിൽ ഒത്തിരി ഉണ്ട് നാട്ടുകാർക്ക് കാണാൻ. നിന്റെ വീട്ടിൽ ജീവിതമെന്ന പടകിൽ 10 നിലയും നന്മയും ബാങ്ക് ബാലൻസും യേശു വന്നതിന്റെ പേരിൽ ഒത്തിരി വിടുതലൊക്കെ നിനക്ക് അവകാശം കാണും. ചോദ്യം, പടക് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് എങ്ങോട്ടാണ്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ പോകരുത്. പത്രോസ് പറയും, നമ്മൾ വായിച്ച വാക്യം എന്താ? അവർ സകലതും കരയിൽ ഉപേക്ഷിച്ച യേശുവിന്റെ പുറകെ പോയി. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നമുക്കും അത് പറയാനിടയാകണം. എന്റെ ജീവിതമെന്ന പടക് 6 അടി മണ്ണിൽ ഇവിടെ നീറി ഒടുങ്ങി. ഞാൻ പോകുന്നത് എന്റെ യേശുവിന്റെ അരികിലായിരിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ദൈവസ്ഥലിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ മുന്നോട്ട് പോയെങ്കിലും നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ജീവിതമെന്ന പടക, നിന്റെ പടകിന്ന് എവിടെയാണ്? കരയെടുത്തൊരു കരയിലേക്ക് അടുക്കാൻ സമയമായി. നിന്റെ ജീവിതം അടുത്ത കരയിലേക്ക് അടുക്കാൻ സമയമായി. ജീവിതമെന്ന പടക അടുത്ത കരയിലേക്ക് അടുക്കാൻ സമയമായി. ഒന്നുകിൽ നിന്റെ മരണം, അല്ലെങ്കിൽ യേശുവിന്റെ വരവ്. ഇത് രണ്ടിൽ ഒന്ന് സത്യമാണ്. ഏതായാലും എന്റെ പോക്ക് യേശുവിനോടൊപ്പമായിരിക്കും. ഇവിടെ കിട്ടിയ മീനും ഇവിടെ കിട്ടിയ നിറവും അല്ല എനിക്ക് വലുത്. യേശുവിന്റെ പുറകെ, യേശു വിളിക്കുന്നിടത്ത് അവനോടൊപ്പം വാഴുന്നതാണ് എൻ്റെ സൗഭാഗ്യം എന്നാഗ്രഹിക്കുന്ന എത്ര പേരിരിപ്പുണ്ട്? എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ മാതാവേ, പിതാവേ, നിന്റെ ശൂന്യത കാണുന്ന യേശുവുണ്ട്. നിന്നെ അറിയുന്ന യേശുവുണ്ട്. നിന്റെ കുടുംബത്തിന്റെ ശൂന്യത കണ്ട് അവൻ ഇന്ന് രാത്രി നിന്റെ പടകിൽ വരികയാണ്. യേശുവിനെ സ്വീകരിച്ചോ? ആരെയൊക്കെയോ പേടിച്ച കരയിലും വെള്ളത്തിലുമായി ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലായിരിക്കുന്നുവോ? ദൈവം പറയുന്നു, നീക്കുക ആഴത്തിലേക്ക്. യേശുവുമായി കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചാട്ടെ. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ എത്ര ഞാൻ പഠിച്ചാലും ഏതായിരിക്കും, എന്റെ പടകിൽ യേശു മാത്രമായിരിക്കും. യേശു ഇരിക്കേണ്ടിടത്ത് വേറൊരാളിനെ ഞാൻ ഇരുത്തത്തില്ല. എന്നെ കേൾക്കുന്ന, ഭാഷ മനസ്സിലാകുന്ന
തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾ ഒരു നിമിഷം